പറ്റി മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഏതൊരു മനുഷ്യനും ആവശ്യമായ ഒരു കാര്യമാണ്. അർണോൾഡ് ജെ ടോയിൻബി 12,000 പേജുകളിലായി ലോകചരിത്രം സമാഹരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് 68 വയസ്സായപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ടോയിൻബി എന്ന വലിയ ചരിത്രകാരനാണ്, ലോകപ്രസിദ്ധനാണ്, എന്തെങ്കിലും ദുഃഖം ഉണ്ടോ ജീവിതത്തിൽ എന്ന് ചോദിച്ചു. അർണോൾഡ് ജെ ടോയിൻബി പ്രസിദ്ധമായ മറുപടി, എനിക്ക് ജീവിതം കൊണ്ട് ദുഃഖമുണ്ട്. അറബി ഭാഷ പഠിച്ചിട്ട് പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ വായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇനി കഴിയുമെന്ന് സംശയമുണ്ട്, അത് മാത്രമേ എനിക്ക് ദുഃഖമുണ്ടെന്നതാണ്. അപ്പോൾ ചരിത്രകാരനായ അർണോൾഡ് ടോയിൻബി പോലും പരിശുദ്ധ ഖുർആൻ വായിക്കാനും പഠിക്കാനും പറ്റിയില്ല എന്നുള്ളത്, അറബി ഭാഷയിൽ വായിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ്. ഞാൻ ഈ മതഗ്രന്ഥങ്ങളൊക്കെ അക്കാദമിയിൽ പഠിക്കുന്ന ഒരാളാണ്. 4 വേദങ്ങളും രാമായണവും മഹാഭാരതവും എല്ലാ പുരാണങ്ങളും വായിച്ച് അതിനെപ്പറ്റി പ്രസംഗിക്കാറുണ്ട്. വേദോത്സവത്തിൽ പറ്റി പഠിച്ച് എത്രയോ 1000 സ്റ്റേജുകളിൽ ഞാൻ പ്രസംഗിച്ചു. സൗരാഷ്ട്രയുടെ പ്രസിദ്ധമായ സരിതവസ്ത്ര വായിച്ചത്, ബുദ്ധമതത്തിൻ്റെ പ്രസിദ്ധമായ ത്രിപടകം വായിച്ചത്, അതുപോലെ അക്കാദമിക് ഇൻട്രസ്റ്റിൽ വായിച്ചു തുടങ്ങിയതാണ് പരിശുദ്ധ. പക്ഷേ അത് വായിച്ച് പഠിച്ചു തുടങ്ങുമ്പോഴാണ് അതിൻ്റെ അത്ഭുതം മനസ്സിലാവുന്നത്. എൻ്റെ കയ്യിൽ 25ഓളം പരിശുദ്ധ ഖുർആൻ ഇരിപ്പുണ്ട്. ബൈലിംഗൽ ഖുർആൻ ഇരിപ്പുണ്ട്, ഖുർആൻ കൺകോർഡൻസ് ഇരിപ്പുണ്ട്. പിന്നെ ഖുർആൻ്റെ പഠനം ഇസ്ലാമിക് എൻസൈക്ലോപ്പീഡിയ ഇരിപ്പുണ്ട്, ഖുർആൻ എൻസൈക്ലോപ്പീഡിയ ഇരിപ്പുണ്ട്. ഇതെല്ലാം എൻ്റെ പ്രൈവറ്റ് ലൈബ്രറി പഠിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ ഇതൊക്കെ വായിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് അറബി ഭാഷയുടെ മഹത്വം ലോകത്തിൽ കാട്ടിക്കൊടുത്ത അത്ഭുത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അറബി ഭാഷയുടെ പ്രസിദ്ധമായ ചരിത്രം, 2300 കൊല്ലത്തെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ മുമ്പൊന്നും ഉണ്ടാവാത്ത ഒരു മഹിമ പരിശുദ്ധ ഖുർആനിലൂടെ അറബി ഭാഷയ്ക്കുണ്ടായി. ഇന്ന് 67 രാജ്യങ്ങളിൽ അറബി ഭാഷ സംസാര ഭാഷയാണ്. 28 രാജ്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഭാഷയുമാണ്. കേരളത്തിൽ അറബി വിദ്യാഭ്യാസം 3 പോയെ നടപ്പാക്കിയപ്പോൾ പലരും അതിൽ സന്ദേഹം പ്രകടിപ്പിച്ചു. പക്ഷേ ഇന്ന് അറബി പഠിച്ചിട്ട് പുറത്തു പോയവർ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കോടികളുടെ കണക്ക് നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. അറബി ട്രാൻസ്ലേറ്റേഴ്സായി UNOയിലുള്ള 20 പേര് 16 പേരും കേരളത്തിൽ നിന്ന് പോയ അറബി പഠിച്ചിട്ട് പോയ കുട്ടികളാണ്. പ്രതിമാസം 10 ലക്ഷം രൂപ ശമ്പളമായി ജോലി ചെയ്യുന്നവരൊക്കെ. അറബി ഔദ്യോഗിക ഭാഷമായ രാജ്യങ്ങളിലൊക്കെ തന്നെ ആ പുസ്തകം പബ്ലിഷിങ്ങിന് അറബി ഭാഷയിലുള്ള പുസ്തകം മറ്റു ഭാഷകളിലുള്ള തർജ്ജമ ചെയ്യാനും മറ്റു ഭാഷകളിലുള്ള പുസ്തകം അറബി ഭാഷകളിലുള്ള തർജ്ജമ ചെയ്യാനും ധാരാളം സമ്പത്ത് കിട്ടുന്നൊരു ജോലിയാണ്. അത് ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അങ്ങനെ ഈ അറബി ഭാഷ പഠിച്ചവർ പറയുന്ന ആ വലിയ ശാസ്ത്രം എനിക്ക് മനസ്സിലായത് ഞാനൊരു വീഡിയോ കണ്ടപ്പോഴാണ്. പരിശുദ്ധ ഖുർആൻ സംഗീതാത്മകമായി ചൊല്ലുകയും അതേസമയം അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അടിയിൽ വരികയും ചെയ്യുന്ന ഒരു വീഡിയോ. ഞാനതെടുത്ത് നോക്കിയപ്പോഴാണ് ഈ അറബി പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്നത് എത്ര സംഗീതാത്മകമാണ് അറിയാം. വളരെ സംഗീതാത്മകമായിട്ടാണ് ആ സംഗീതം ആസ്വദിക്കുന്നതോടൊപ്പം അടിയിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോഴാണ് അറബി ഭാഷ ഇത്ര സംഗീതാത്മകമായ ഭാഷയാണ്, കലാപരമായ ഉയർച്ചയുള്ള ഭാഷയാണ് മനസ്സിലാവും. അതുകൊണ്ട് അറബി ഭാഷയെ പറ്റി പഠിക്കാൻ പരിശുദ്ധ ഖുർആൻ വലിയ ഒരു ഇൻഡിക്കേറ്ററാണ്. രണ്ടാമതായി പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ മറ്റ് ശാസ്ത്രങ്ങൾ വളരെ ലേറ്റായിട്ട് കണ്ടുപിടിച്ച പലതും ഈ പരിശുദ്ധ ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഉദാഹരണത്തിന് ഈജിപ്തിലെ ഫറവന്മാർ ആരൊക്കെയായിരുന്നു, അവരെന്ത് ചെയ്തു, അതിനെപ്പറ്റി 1826 വരെ കാര്യവിവരമൊന്നുമില്ലായിരുന്നു. മോശ ഫറവനെ നേരിട്ടു എന്ന് പറയുമ്പോഴും മോശയുടെ പേരെന്ന് തോന്നുന്നു. മോശ നേരിട്ട ഫറവ രാജാവിൻ്റെ പേര് വേദോത്സവത്തിൽ പറയുന്നില്ല. മോശ എടുത്തുകൊണ്ട് രാജകുമാരി ആകാനും വേദോത്സവത്തിൽ പറയുന്നില്ല. അപ്പോൾ ഈ സംഭവങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഏത് ഫറവയാണ് നേരിട്ടത്, ആ ഫറവ എന്തൊക്കെ ചെയ്തു എന്ന് വിശദമായി രേഖപ്പെടുത്തിയത്. 1826 ആണ് ഈ ഹിറോഗ്ലിഫിക്സ് വായിക്കാൻ പറ്റിയത്. അതിനു മുമ്പ് ഹിറോഗ്ലിഫിക്സ് എന്താണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ 1804 കൂടി നെപ്പോളിയൻ്റെ 1896 നെപ്പോളിയൻ്റെ സൈന്യം ഈജിപ്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സേനാനായകനാണ് ഓസർട്ടാസ്റ്റോൺ കണ്ടെത്തുന്നത്. BC 126 ടോളമി 4 എഴുതിയ ഒരു ഉത്തരവാണ്. അത് ഏറ്റവും അടിയിൽ ഹിറോഗ്ലിഫിക്സ് നടുക്ക് ഡെമോട്ടിക് വേർഡ് ചെയ്യും.
അപ്പോൾ ഈ ഗ്രീക്ക് ഡെമോട്ടിക് നമുക്ക് അറിയാവുന്നതുകൊണ്ട് താഴെ എഴുതിയിരിക്കുന്നത് ഇതേ സാധനമാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഹീറോഗ്ലിഫിക്സ് വായിച്ചത്. ഉദാഹരണത്തിന് രാമസെസ് എന്ന് പറയണമെങ്കിൽ ആദ്യം ഒരു കണ്ണ് വരയ്ക്കും. കണ്ണ് സൂര്യഭഗവാനാണ്. സൂര്യഭഗവാന്റെ പേരാണ് റാ, ഈജിപ്ഷ്യൻ ഭാഷയിൽ റാ. പിന്നെ ഒരു മലയുടെ മൂന്ന് വരയ്ക്കും, അതിനെ ഈജിപ്ഷ്യൻ ഭാഷ വിളിക്കും നം. പിന്നെ ഒരു പാമ്പിനെ വരയ്ക്കും, പാമ്പ് ഹിസ്സി, ആ ഹിസ്സിങ് സൗണ്ടാണ് സസ് എന്ന് പറയും. അപ്പം മുകളിലൊരു കണ്ണും നടുക്ക് മലയുടെ കൊടുമുടിയുടെ മുകൾവശവും അടിയിലൊരു പാമ്പിനെ വരച്ചാൽ ഫറോ രാജാവിന്റെ പേര് വായിക്കും, രാമസസ് എന്ന് വായിക്കും. അപ്പം അങ്ങനെ 1826 ഈ ഹീറോഗ്ലിഫിക്സ് വായിച്ച ശേഷം ഫറോ രാജാക്കന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു. അപ്പോഴാണ് മനസ്സിലാവുന്നത് 1400 വർഷത്തിന് മുമ്പ് പരിശുദ്ധ ഖുർആൻ, ഒരുപക്ഷെ ചരിത്രത്തിന് ഒരിക്കലും കിട്ടാനാകാതിരുന്ന ഫറോമാരുടെ ചരിത്രം കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അന്ന് എങ്ങനെ ഖുർആൻ എഴുതിയ കാലത്ത് അതിന് 2000 മുമ്പ് നടന്നൊരു സംഭവങ്ങൾ എങ്ങനെ പരിശുദ്ധ ഖുർആൻ എഴുതിയ കാലത്ത് അറബികൾക്ക് അറിയാമായിരുന്നു, അവരെങ്ങനെ എഴുതി എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുന്ന സംഭവമാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ ഹിസ്റ്ററി മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ വളരെ അത്യാവശ്യമാണ്. ഇനി പരിശുദ്ധ ഖുർആനിൽ ചില സാമ്രാജ്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹഡ്, നൗഡ് എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതെന്തുമാണ് ഈ പറയുന്നതെന്ന് ലോകത്തിലെ ചക്രവർത്തിമാർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 1853 ബാബിലോണിയൻ ഭാഷ വായിച്ചു. അത് സൈറസ് ചക്രവർത്തിയുടെ ഒരു ഈഡിക്റ്റ് ഉണ്ടായിരുന്നു. ആ ഈഡിക്റ്റിനകത്ത് പേർഷ്യൻ ഭാഷയും അന്നുണ്ടായിരുന്ന ബാബിലോണിയൻ ഭാഷയും സമാന്തരമായി രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ 1853 നമുക്ക് ബാബിലോണിയൻ ഭാഷ മനസ്സിലാക്കാൻ പറ്റി. ബാബിലോണിയൻ ഭാഷ വായിക്കാൻ പറ്റിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പരിശുദ്ധ ഖുർആൻ എഴുതി വച്ചിരിക്കുന്ന ഈ സാമ്രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു, ബാബിലോണിലെ അസിറിയയിലെ ഏത് രാജാക്കന്മാരാണ് ഇൻവോൾവ് ആയത് ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ മധ്യേഷ്യൻ ചരിത്രം, സുമേരിയൻസിൻ്റെയും ബാബിലോണിയൻസിൻ്റെയും അസീറിയൻസിൻ്റെയും ചരിത്രവും ഈജിപ്ഷ്യൻ ചരിത്രവും നമുക്ക് മനസ്സിലായത് പരിശുദ്ധ ഖുർആൻ പഠിച്ചപ്പോഴാണ്. ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ചരിത്രങ്ങൾ ആയിരക്കണക്കിന് വർഷത്തിന് മുമ്പ് വേദപുസ്തകത്തിലും മറ്റൊരു പുസ്തകത്തിലും ഇല്ലാത്തത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി എഴുതുകയും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. മൂന്നാമതിനെ അവതരിപ്പിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്ന വേദപുസ്തകത്തിലെ ചരിത്രം ഭംഗിയായിട്ട് മനസ്സിലാവാൻ പരിശുദ്ധ ഖുർആൻ വായിച്ചാലേ പറ്റുള്ളൂ. പരിശുദ്ധ വേദപുസ്തകം മാത്രം വായിച്ചാൽ ഈ ചരിത്രം ശരിക്കും മനസ്സിലാവില്ല. ഉദാഹരണത്തിന് യേശുവിൻ്റെ അമ്മയായ മറിയം. യേശുവിൻ്റെ അമ്മയായ മറിയം വേദപുസ്തകത്തിൽ ആകെ 7 സെന്റൻസേ ഉള്ളൂ. പരിശുദ്ധ മറിയത്തെ പറ്റി ആകെ 7 സെന്റൻസ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ എടുക്കുമ്പോൾ മറിയത്തെ പറ്റി 37 സെന്റൻസാണ്. അപ്പം മറിയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, മറിയത്തിൻ്റെ പേരൻസ് എന്താണ്, ഇതൊന്നും വേദപുസ്തകത്തിലില്ല. മറിയത്തിൻ്റെ അപ്പനമ്മ യുവാക്യമാണ്, അനായാണെന്നൊക്കെ ഓരോന്നും വായ്മൊഴി എന്നുള്ളതല്ലാതെ വേദപുസ്തകത്തിൽ മറിയയുടെ അപ്പൻ്റെ അമ്മയുടെ പേര് പറയുന്നില്ല, എവിടെ ജനിച്ചു എന്ന് പറയുന്നില്ല, യാതൊരു സംഭവം പറയുന്നില്ല. പക്ഷേ പരിശുദ്ധ ഖുർആൻ എടുക്കുമ്പോൾ അച്ഛനാരാണ്, അമ്മയാരാണ്, എവിടെ ജനിച്ചു എന്ന് പറയുന്നതാണ്. കാര്യം വേദപുസ്തകത്തിലാകെ മറിയത്തെ പറ്റി 7 വാചകങ്ങളെ ഉള്ളൂ. പക്ഷെ പരിശുദ്ധ ഖുർആനിൽ 37 വാചകങ്ങളാണ്. ആ 37 സെന്റൻസിലൂടെ മറിയം ആരായിരുന്നു, മറിയം എവിടെ ജനിച്ചു വളർന്നു, മറിയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് മനസ്സിലാവും. വേദപുസ്തകത്തിൽ കന്യാസ്ത്രീ മറിയം പരിശുദ്ധാത്മാവിൻ്റെ ഗർഭിണിയായെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് പ്രോസസ്സ് അറിയാൻ വയ്യ. അപ്പോൾ ഈ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും ക്രിസ്മസ് രാവുകളിൽ യുവാക്കളെ ചോദിക്കും, ഇതെങ്ങനെയാണ് അങ്ങനൊരു ഗർഭം ഉണ്ടാകാമെന്ന് ചോദിക്കും. യുവാക്കന്മാർ മനസ്സിലാക്കും. പക്ഷേ വേദപുസ്തകത്തിൽ മാലാഖ വരുന്നതും മാലാഖ ഊതുന്നതും ഗർഭത്തിൽ കുഞ്ഞുണ്ടാവുന്നതും പരിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദ പ്രോസസ് ഓഫ് ഇംപ്രഗ്നേഷൻ കൃത്യമായി പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അപ്പം മറിയത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വേദപുസ്തകം മാത്രം വായിച്ചാൽ പറ്റില്ല, പരിശുദ്ധ ഖുർആൻ വായിച്ചെങ്കിലേ പറ്റുള്ളൂ. അതുപോയി ആരായി വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കഷ്ടിച്ച് 22 വാചകങ്ങളൊരു കഥ പറയും. പക്ഷേ പരിശുദ്ധ ഖുർആനിനകത്ത് ആദം ആരായിരുന്നു, ഹവ്വ ആരായിരുന്നു, അവരെവിടെയാണ് ഉണ്ടായിരുന്നത്, എങ്ങോട്ട് പോയി എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, സീഹോർ, ബിഹോർ ഈ 4 നദികളുടെ നടുക്കാണ് ഏതെങ്കിലും. അത് ഇറാഖിന്റെ തലസ്ഥാനം ബാഗ്ദാദിന് 70 കിലോമീറ്റർ വടക്കാണ്. ഇപ്പോഴോ സ്ഥലത്തിന് പേര് ഏതിനു എന്നാണ്, ഏതൻ എന്നുള്ളതാണ് ഏതിനു എന്ന് പറയുന്നത്. അവിടെ ജനിച്ചു വളർന്ന ആദം ഹവ്വയും അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം അവർ യാത്ര ചെയ്തു. അപ്പോൾ ആദം പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ വേദപുസ്തകത്തിലൂടെ എൻട്രി ഇല്ല, എന്തോ സംഭവിച്ചാൽ ഒരു വിവരമില്ല. പക്ഷെ പരിശുദ്ധ ഖുർആൻ വായിക്കുന്ന കൃത്യമായിട്ട് മനസ്സിലാവും. ആദം ഹവ്വയും കൂടി സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്തു. സൗദി അറേബ്യയിലെ ജദ്ദ എന്ന് പറയുന്ന പട്ടണം
ആ ജദ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം മുത്തശ്ശിയുടെ കവറാണ്. ഔവ്വയെ കുളിച്ചിട്ട സ്ഥലമായിട്ടാണ് ജദ്ദ എന്ന സൗദി അറേബ്യ വാക്കിൻ്റെ പേര്. ഞാൻ സൗദി അറേബ്യ ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ എൻ്റെ സ്റ്റുഡൻ്റാണ് അവിടുത്തെ അംബാസഡർ എന്നോട് ചോദിച്ചാൽ എവിടെയും കാണുന്ന സാർ നമ്മൾ ഈ ജദ്ദ ഒന്ന് കണ്ടാക്കണം. അതിന് തന്നെ ജദ്ദ കാണുന്നത് വേറെ എന്തെല്ലാം നല്ല വട്ടമുണ്ട്. ഞമ്മളെല്ലാം ഒപ്പകയുടെ കവറുടെ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് ട്രിപ്പ് അറേഞ്ച് ചെയ്തു. ഞാൻ ജദ്ദയിൽ ചെന്ന് ഔവ്വയുടെ കവറുടെ കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇറാഖിൽ നിന്ന് അവർ പുറത്തു പോകുന്നത് ഇവിടെയാണ്. അവിടെ നിന്ന് 100 കിലോമീറ്റർ അപ്പുറത്താണ് ആദാമിൻ്റെ ശവകുടീരമുള്ളത്. അപ്പോഴേ വേദപുസ്തകം മാത്രം വായിച്ചാൽ പർദീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദാമിൻ്റെ പേർക്ക് എന്ത് സംഭവിച്ചെന്ന് ഒരു വിവരമില്ല. പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ എങ്ങോട്ട് അവർ പോയി, എവിടെ അവർ അടക്കപ്പെട്ടോ കൃത്യമായിട്ട് മനസ്സിലാവും. കന്യാസ്ത്രീയത്തിൻ്റെ അച്ഛൻ യുവാക്കി അദ്ദേഹം കവറാപ്പെട്ട എവിടെയാണ്? ഒമാനിലാണ്. ഞാൻ ഒമാനിൽ പ്രസംഗിക്കാൻ പോയി. എന്നിട്ട് ഞാനവിടെ ആവശ്യപ്പെട്ട് എനിക്ക് യുവാക്കിമിൻ്റെ കളർ കാണണം. അങ്ങനെ എന്നെ അവർ കൊണ്ടുപോയി യുവാക്കിമിൻ്റെ കളർ കാണിച്ചു. യേശു കന്യാസ്ത്രീ മറിയത്തിൻ്റെ അപ്പൻ്റെ കളർ കാണിച്ചു. വേദപുസ്തകത്തിൽ നമ്മൾ പ്രസിദ്ധരായ പ്രവാചകന്മാരെ പറ്റി പറയും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ്, ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട ഒരു പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ കളർ എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ കളർ ഒമാനിലാണ്. അപ്പോൾ ഈ അറബി ദേശത്തെ ചരിത്രം, ഭൂമിശാസ്ത്രം മനസ്സിലാക്കുമ്പോഴാണ് വേദപുസ്തകം മനസ്സിലാക്കാൻ പറ്റുക. അബ്രഹാം നേരിട്ട ഫറവോ രാജാവ് ആരാണ്? വേദപുസ്തകം വെച്ച വലിയ പേരും കിട്ടുമോ? ഫറവോ രാജാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറയെ വിളിച്ചോണ്ട് പോയി. അത് കഴിഞ്ഞ് രാത്രി അന്ധകാരം ഉണ്ടായി, ഭാര്യയെ തിരിച്ചു വിട്ടു. ഇത്രയും വേദപുസ്തകത്തിലുണ്ട്. പക്ഷെ ഖുർആൻ വായിക്കാൻ മനസ്സിലാവും. ഓസിനോസ് എന്ന് പറയുന്ന ഫറവോ രാജാവിനെയാണ് അബ്രഹാം നേരിട്ടത്. അദ്ദേഹമാണ് സാറായെ മോചിപ്പിച്ചത് മനസ്സിലാവും. വേദപുസ്തകത്തിൽ അബ്രഹാമിൻ്റെ ഹാജിറയുടെ മകൻ, ആ മകനുണ്ടായിരുന്നു. മകനെ പുറത്താക്കി മരുഭൂമിയിലോട്ട് അയച്ചു എന്ന് മാത്രമേ വേദപുസ്തകത്തിലുള്ളൂ. പരിസരപ്രകാരം വായിക്കുമ്പോഴാണ് മരുഭൂമിയിൽ അയച്ചപ്പോൾ വെള്ളമില്ലാതായിരുന്നു. ആ സമയത്ത് ഹാജിറ പ്രാർത്ഥിച്ചെന്നും ആ സമയത്ത് മാലാഖ വന്ന് സൽസബിയിൽ വെള്ളം ഉണ്ടാക്കി കൊടുത്തെന്നും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവുകയാണ്. അപ്പോൾ സൽസബിയിലെ വെള്ളത്തെപ്പറ്റി ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ മക്കയിൽ പോയിട്ട് തിരിച്ചു വെക്കുന്ന സമയത്ത് എനിക്കൊരു കുപ്പി വെള്ളം കൊടുത്തത് സൽസബിയിലെ വെള്ളം. അത് സംസം വെള്ളം. അത് ശകലം വെച്ച് കഴിയുമ്പോൾ പനി കുറയും, മറ്റു സംഭവങ്ങളൊക്കെ കുറയും. പിന്നീട് ഈ സംസം വെള്ളത്തെപ്പറ്റി ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു. അപ്പോഴാണ് മനസ്സിലാവുന്നത് കംപ്ലീറ്റ് മിനറൽസും വൈറ്റമിൻസും അടങ്ങിയ പ്യൂർ വാട്ടർ സംസറിനെ പോലെ ലോകത്തിൽ വേറെ ഓരോന്നില്ല. ഇപ്പോൾ അത് ലോക മാർക്കറ്റിൽ $300 വിറ്റഴിക്കുന്നത് ഈ വെള്ളം. ഈ ഹജ്ജിന് പോകുന്നതിന് കൊണ്ടുവരുന്ന ലോക മാർക്കറ്റിൽ വാങ്ങിക്കണമെങ്കിൽ $300 കുപ്പിക്ക്. അപ്പം ഈ ചരിത്രം മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? അബ്രഹാമിൻ്റെ മകൻ എന്ത് സംഭവിച്ചോ അത് സന്തതി വരുമ്പോഴേക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ 62 കോടി അറബികൾ അബ്രഹാമിനെ കുറിച്ച് ചരിത്രം ഖുർആൻ വായിച്ചാൽ മനസ്സിലാവില്ല, വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാവില്ല. ഇനി ഞാൻ മോശയെ പറ്റി പഠിക്കുകയാണ്. മോശ വിക്കനായി, സംസാരിക്കാൻ വയ്യ, വടി പിടിക്കാൻ പ്രയാസമാണ്. മോശ എങ്ങനെ വിക്കനായി? വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാവോ? ഇല്ല. പരിസരപ്രകാരം വായിച്ചാൽ കൃത്യമായിട്ട് പറയുക. സഹോദരി എടുത്ത് വളർത്തി മകനെ ഇവൻ പിശാചി പാപത്തിനാണ്, ഇവൻ യഹൂദന്മാർ ഈ ഈജിപ്തിന് നാശം ഉണ്ടാക്കാം എന്ന് പുരോഹിതന്മാർ ഒന്ന് ഫറവോ രാജാവോട് പറഞ്ഞു. ഫറവോ രാജാവ് പരിശോധിച്ചാൽ എന്ത് ചെയ്തു? 6 വയസ്സുള്ള മോശയെ ചെറുബാലനെ വിളിച്ചോണ്ട് അവൻ്റെ മുമ്പിൽ സ്വർണ്ണക്കട്ടി വെച്ചു, അവൻ്റെ മുമ്പിൽ തീക്കട്ട വെച്ചു. പിശാചിന് തീക്കട്ട ഇഷ്ടമല്ല. അപ്പം പിശാച് എന്ത് ചെയ്യും? സ്വർണ്ണത്തിനോടാണ് അവൻ്റെ ഇഷ്ടം. അതുകൊണ്ട് കുട്ടിയുടെ കൈ സ്വർണ്ണത്തിന് നേരെ പോയി. കൈ തട്ടി മാറ്റി തീക്കട്ട എടുത്തു. തീക്കട്ട എടുത്തെങ്കിൽ പിശാചിനല്ല എന്ന് പർവ്വരാജനെ തെളിയിക്കാൻ പറ്റുള്ളൂ. ആ തീക്കട്ട എടുത്തവൻ നാക്കിൽ വെച്ച്. അപ്പം കൈയും പൊള്ളി, നാക്കം പൊള്ളി. അതുകൊണ്ട് മോശ വിക്കനായി, വടി പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായി. ഞാൻ വേദപുസ്തകം മാത്രം വായിച്ചാൽ മോശയ്ക്ക് ഇത് പറ്റി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? പരിശുദ്ധ ഖുർആൻ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു ക്രിസ്ത്യാനി യഥാർത്ഥ ക്രിസ്ത്യാനി ആവണമെന്ന്, വേദപുസ്തകം ശരിക്കും മനസ്സിലാവണമെങ്കിൽ അവൻ പരിശുദ്ധ ഖുർആൻ വായിച്ചാലേ പറ്റുമോ? ഇത് ക്രിസ്ത്യാനിയെ എനിക്ക് മനസ്സിലായ ഒരു സത്യമാണ്. 4ാമതായി, ഇതൊരു മതഗ്രന്ഥമായി മാത്രം കാണുന്ന ആളുകൾ, ഇതൊരു മതഗ്രന്ഥമായി മാത്രം വളരെ വായിക്കേണ്ട ഒരു പുസ്തകമല്ല. ഇത് ലോകത്തിലെ നിയമങ്ങൾ മാറിയിരിക്കുകയാണ്. ക്രിസ്ത്യോസിനായതുകൊണ്ട് ഈ നിയമത്തിന് മാറ്റം ഉണ്ടായത് എങ്ങനെയാണ് ഇന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കണം. പരിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ പ്രസിദ്ധമായ ചില നിയമങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് മതനിരപേക്ഷത എന്ന് പറയും. എല്ലാ മതങ്ങളും തുല്യരാണ്, എല്ലാ മതങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു.
പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തു AD 622. അദ്ദേഹം പാലായനം ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു മുസ്ലിമിനാണ് വഴികാണിക്കാൻ കൊണ്ടുപോയത്. അദ്ദേഹം കൊണ്ടുപോയത് നീഗ്രോയാണ് വഴികാണിക്കാൻ കൊണ്ടുപോയത്. അദ്ദേഹം ആദ്യത്തെ മുസ്ലിം പള്ളി പണിച്ചു. വാങ്ങ് വിളിക്കാനായിട്ട് ആരെ ഏൽപ്പിച്ചത്? മുസ്ലിമിനെയാണ്, അല്ല ഒരു നീഗ്രോയെ, പുതുതൽ വിശ്വാസിയ ഒരു നീഗ്രോയാണ് വാങ്ങ് വിളിക്കാൻ ഏൽപ്പിച്ചത്. അദ്ദേഹം മെദീനയിൽ ഭരണാധികാരിയിൽ പോയി. അന്ന് മെദീനയിൽ ജനസംഖ്യ 11,500 ഉള്ളൂ. അതിൽ 4,000 പേര് ക്രിസ്ത്യാനികളാണ്, 2,000 പേര് യഹൂദന്മാരാണ്, 1,500 മുസ്ലിം, ബാക്കി പൗരാധികാരെയും പുതുതൽ വിശ്വാസികളും നീഗ്രോസും ഒക്കെയാണ്. അവിടെ ചെന്ന ശേഷം അദ്ദേഹം ഒരു പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം എൻ്റെ ലിപ്പുണ്ടാകും, കോപ്പി 42 വാക്കുകളാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? മെദീനയിലെ യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും യഹൂദ വിശ്വാസികൾക്കും മുസ്ലിങ്ങൾക്കും ഏകോദര സഹോദരങ്ങൾക്കും ജീവിക്കാനുള്ള ഒരു ഭരണം ഞാൻ വാഗ്ദാനം ചെയ്തു. 7 കൊല്ലം പ്രവാചകൻ മദീനയുടെ ഭരണാധികാരി AD 622 തൊട്ട് AD 629 വരെ. മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 1,500 1,800 കൂടി 300 കൂടി. ക്രിസ്ത്യാനിയുടെ അംഗസംഖ്യ വലിയ വ്യത്യാസം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. യഹൂദന്മാരുടെ 12 ഗോത്രങ്ങളിൽ 2 ഗോത്രം പ്രവാചകനെ കൊല്ലാൻ വേണ്ടി മെക്കക്കാർക്ക് കപ്പം വാങ്ങിച്ച് ഏർപ്പാട് ചെയ്തു. ആ 2 കുടുംബത്തിൽപ്പെട്ട 42 പേരെ പ്രവാചകനെ വധിക്കേണ്ടി വന്നു രാജ്യദ്രോഹ കുറ്റത്തിന്. കുറേ എണ്ണം പറഞ്ഞിട്ടൊക്കെയാണ് മുഴുവൻ യഹൂദന്മാരെ കൂട്ടക്കൊലയത് ശുദ്ധ കള്ളാണ്. ബാക്കി 10 ട്രൈബിനൊന്നും പറ്റില്ല. ഈ 2 ട്രൈബിലുള്ള 42 പേരെ മാത്രമേ പ്രവാചകൻ വധിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ മെദീനയെ അദ്ദേഹം ഭരിച്ചു. അതിനുശേഷം അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ മറ്റു മതങ്ങളോട് യഹൂദ സ്ത്രീ പ്രവാചകന്റെ തലയിൽ കൂടെ വേസ്റ്റിടുന്ന സ്ത്രീയെ പ്രവാചകൻ എന്താ ചെയ്തത്? ഇനി പോലീസ് ഉദ്യോഗസ്ഥനെ എനിക്ക് ഏറ്റവും ആകർഷിച്ച സംഭവം, അതായത് ഈ യഹൂദന്മാർ പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ച ശേഷം ഒരു യഹൂദന്റെ ഡെഡ് ബോഡി ഇങ്ങനെ വരികയും പ്രവാചകൻ എഴുന്നേറ്റ് പോയി തലപ്പാവെടുത്ത് അതിനെ വന്നിച്ച് തിരിച്ചു. ഓബേക്കർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്താണ് ഈ കാണിച്ച്? അങ്ങേ കൊല്ലാൻ ശ്രമിച്ചത് യഹൂദന്റെ ബോഡിയല്ലേ പോയത്, അതിനെ അങ്ങ് പോയി ഉണങ്ങാമോ? അപ്പോൾ അദ്ദേഹം പ്രവാചകൻ പറഞ്ഞു, അതൊരു ഡെഡ് ബോഡിയല്ല, ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡിയാണ്. ആ ഡെഡ് ബോഡിയെ നമ്മൾ വന്നിച്ചിരിക്കണം എന്ന് പറഞ്ഞു. പ്രവാചകൻ കാണിച്ച മാതൃക ഞങ്ങൾ പോലീസുകാരെ കോപ്പി ചെയ്തു. SI ജീപ്പിൽ ഇങ്ങനെ പോകുമ്പോഴായിരിക്കും ഒരു ഡെഡ് ബോഡി വരുന്നത്. SI ജീപ്പ് നിർത്തും, ഇറങ്ങി തൊപ്പി ഒക്കെയാ ഡെഡ് ബോഡിയെ സെലക്ട് ചെയ്ത് തിരിച്ച് ജീപ്പ് വന്നിട്ട് അതേ പോകും. ഞങ്ങൾ വെട്ടി നോക്കിയിട്ട് ബോഡി ഇൻക്വസ്റ്റ് നടത്താൻ ഞങ്ങൾ ആദ്യം തൊപ്പിയെടുത്ത് ആ ബോഡിയെ വന്നിച്ച ശേഷം തിരിച്ച് തൊപ്പി വെച്ചിട്ട് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടത്തും. പ്രവാചകൻ കാണിച്ചെന്ന വഴിയാണ് മനുഷ്യനായി കാണാൻ, എല്ലാവരെയും തുല്യരായി കാണാൻ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പുസ്തകമുണ്ട്, അറഫാ പുസ്തകം. ഞാൻ കഴിഞ്ഞ വർഷം പബ്ലിഷ് ചെയ്തൊരു പുസ്തകമുണ്ട്, ലോക ചരിത്രം മാറ്റിമറിച്ച പ്രസംഗങ്ങൾ. ലോക ചരിത്രത്തെ മാറ്റിമറിച്ച 62 പ്രസംഗമാണ്. അതിലൊരു പ്രസംഗം പ്രവാചകന്റെ അറഫാ പ്രസംഗമാണ്. ഞാൻ പബ്ലിഷ് ചെയ്ത DC പബ്ലിഷ് ചെയ്ത പുസ്തകത്തിനകത്ത് ആ പ്രസംഗം നമ്മൾ പോലും തെളിച്ച് നമ്മൾ വായിച്ചാൽ ആ പ്രസംഗത്തിൽ അദ്ദേഹം ശാരീരികമായ വീക്ക്നെസ് ഉണ്ട്. ഒരു 100ഓളം പേര് ഏറ്റുപറഞ്ഞിരിക്കുകയാണ്. ഒരേ സമയം 50,000 പേര് കേട്ടോണ്ടിരിക്കുകയാണ്. അന്ന് മൈക്കൊന്നുമില്ല, ഏറ്റുപറച്ചിലേക്ക് പറയുന്നത് വെച്ച് കേൾക്കാൻ. ആ പ്രസംഗത്തിൽ പ്രവാചകൻ പറയുകയാണ്, ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന യഹൂദനും ക്രിസ്ത്യാനിയും ബൗദ്ധ വിശ്വാസികളും മുസ്ലിങ്ങളും യഹൂദ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കണം. അങ്ങനെയാണ് ഇസ്ലാം അങ്ങനെ ഒരു ലോകം സൃഷ്ടിച്ചത്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന ഖലീഫമാരുടെ മന്ത്രിസഭയിൽ ക്രിസ്ത്യാനികൾ നല്ലൊരു അംഗസംഖ്യയുണ്ടായിരുന്നു. 600 വർഷങ്ങൾ പ്രസിദ്ധനായ ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ക്രിസ്ത്യാനിയായി, അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി ക്രിസ്ത്യാനിയായി. ഇസ്ലാം ഒരു 300 വർഷം പൂർത്തിയാകുമ്പോഴും ഇസ്ലാമിക ലോകത്തിലെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 1%, 1%. ഇന്ത്യയിൽ അക്ബർ ചക്രവർത്തി വന്നു. അക്ബർ ചക്രവർത്തിയുടെ പ്രധാന ഭാര്യ ഹിന്ദു സ്ത്രീയാണ്. അവളോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടില്ല, അക്ബർ ചക്രവർത്തി ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം ഫത്തേപൂർ സിക്രി, ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഫത്തേപൂർ സിക്രിയിലെ അക്ബർ താമസിക്കുന്ന വീട്ടിനോട് ചേർന്ന ഒരു ക്ഷേത്രം പണി നിലനിർത്തുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അദ്ദേഹത്തിന് മുസ്ലിം സ്ത്രീകൾ ജനിച്ച 4 മക്കൾ വരെ, ആ മക്കൾ വരെ അവരെ ഒന്നും അദ്ദേഹം പിൻഗാമയാക്കിയില്ല. ഈ ഹിന്ദു സ്ത്രീ പ്രസവിച്ച മകൻ സലീം, അവനെയാണ് പിൻഗാമയായിട്ട് അക്ബർ ഉണ്ടാക്കിയത്. അക്ബർ പ്രധാനമന്ത്രി ബീർബൽ, ബ്രാഹ്മണൻ. അക്ബറുടെ ന്യായമന്ത്രി രാജാ ഒമർമാൻ, വൈശ്യൻ. അക്ബറുടെ സേനാനായകൻ, സൈന്യത്തിൻ്റെ കൺട്രോളൊക്കെ മുസ്ലിം കൊടുക്കണ്ടേ, അക്ബറുടെ സേനാനായകൻ രാജാ മാൻസി, രജപുത്രൻ. 12 മന്ത്രിസഭയിൽ 8 പേരും ഹിന്ദുക്കളായി. അക്ബറുടെ സിവിൽ സർവീസ്, എൻ്റെ പ്രധാന ഭാഗം ശ്രീവാസ്തവമാല പറഞ്ഞ ഗ്രൂപ്പാണ്, ഹിന്ദുക്കളായിരുന്നു.
ബ്രാഹ്മണരും ഹിന്ദുക്കളും അക്ബറിൻ്റെ സിവിൽ സർവീസിൻ്റെ 85%. ഏറ്റവും കൂടുതൽ ചീത്ത എഴുതുന്ന മനുഷ്യനുണ്ട് ഔറംഗസീബ്. ഔറംഗസീബിൻ്റെ പ്രധാനമന്ത്രി തേജ് ബഹാദൂർ ഹിന്ദുവാണ്. ഔറംഗസീബിൻ്റെ സൈന്യത്തിലെ 70% ഹിന്ദുക്കളാണ്. ഔറംഗസീബ് ഏതെങ്കിലും ക്ഷേത്രം പൊളിക്കാൻ പറഞ്ഞാൽ ആ ഹിന്ദുക്കൾ ഔറംഗസീബിനെ വെട്ടിക്കൊണ്ടായിരുന്നു അപ്പോഴേ. ചുമ്മാ ഔറംഗസീബിനെ പറ്റി ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളമാണ്. ഇപ്പോൾ ഈ ഏറ്റവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായിരുന്നു. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്യുന്നത് വടയാർ രാജവംശത്തോടാണ്. വടയാർ രാജവംശം എന്ന് പറഞ്ഞാൽ ഏകയാണ്. അതിനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? യുദ്ധം ഹൈദരാലി ടിപ്പുവിനോടാണ് പറഞ്ഞത്. എന്നിട്ട് സുൽത്താൻ കേൾക്കും ഇയാളെന്തോ സുൽത്താനെന്ന് വിചാരിക്കും നമ്മൾ. അദ്ദേഹം സുൽത്താനുമല്ല രാജാവുകളൊന്നുമല്ല, അദ്ദേഹം ഒരു സേനാനായകൻ മാത്രമാണ്. ഹൈദരാലിക്ക് ആമക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് ടിപ്പു സുൽത്താൻ ഓലിയായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ടിപ്പു സുൽത്താൻ ഓലിയായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ടിപ്പു ജനിച്ചത്. അതുകൊണ്ട് ആ സന്യാസിയുടെ പേരിട്ട്. ആ സന്യാസിയുടെ പേരാണ് ടിപ്പു സുൽത്താൻ, അല്ലാതെ അദ്ദേഹം ഒരു സുൽത്താനായിരുന്നില്ല. ടിപ്പു സുൽത്താൻ്റെ പ്രധാനമന്ത്രി പൂർണ്ണയാണ്, രാവണനാണ്. ടിപ്പുവിൻ്റെ പ്രധാന ഭാര്യ വടകരക്കാരി ഉണ്ണിച്ചാറയാണ്, നായർസറിയാണ്. ശ്രീരംഗപട്ടണത്ത് ടിപ്പു അദ്ദേഹം താമസിക്കുന്ന വീടിനോട് ചേർന്ന് ഒരു ക്ഷേത്രമാണ്. എന്തിനാണെന്നറിയാമോ? ഉണ്ണിച്ചാറയ്ക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഭദ്രകാളിയുടെ ക്ഷേത്രം. നിങ്ങൾ ശ്രീരംഗപട്ടണത്ത് പോയി നോക്കിയാൽ മതി. ടിപ്പു താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള ഈ ഭദ്രകാളിയുടെ ക്ഷേത്രം കാണാൻ പറ്റും. ഈ ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാനാണ്. മരണം വരെ ഉണ്ണിച്ചാറ നായർ സ്ത്രീയായി ഹിന്ദു സ്ത്രീയായി തന്നെ തുടർന്നു. അദ്ദേഹം ആരെയും നിർമ്മിച്ചില്ല. ടിപ്പുവിൻ്റെ 12 മന്ത്രിസഭയിൽ 8 പേരും ഹിന്ദുക്കളായി. 500 വർഷം മുസ്ലിങ്ങളോട് ഭരിച്ച ശേഷം ഔറംഗസീബ് മരിക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ 1%, നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇവിടെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ എത്ര ഉണ്ടാവുമായിരുന്നു? 700 കൊല്ലം ഗുജറാത്ത് മുസ്ലിങ്ങൾ ഭരിച്ചു, ഗവർണർ സുൽത്താന്മാർ ഭരിച്ചു. 700 കൊല്ലം ഭരിച്ച ഗുജറാത്തിൽ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 4%. നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഗുജറാത്തിലുള്ള 40% മുസ്ലിങ്ങളാവില്ലായിരുന്നു. 600 കൊല്ലം ഒറീസ മുസ്ലിങ്ങൾ ഭരിച്ചു. ഒറീസയിലെ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 4%. അപ്പോൾ നിർബന്ധിച്ച് മതപരിവർത്തനം ഇസ്ലാമിൻ്റെ പോളിസി ആയിരുന്നില്ല. അവർ എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു. അവരുടെ സിവിൽ സർവീസിലും അവരുടെ പ്രധാനമന്ത്രിയെയും ഒക്കെ അവരെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളെ സ്വന്തം സഹോദരങ്ങളെ പോലെ കരുതുന്നതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ പട്ടിണിയില്ലാതെ ജീവിക്കുന്നത്. പട്ടിണിയില്ലാതെ കേരളത്തിലെ സർക്കാരിൻ്റെ ബഡ്ജറ്റ് 1,10,000 കോടി രൂപ. പക്ഷേ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന പൈസ 1,20,000 കോടി രൂപ. കുവൈറ്റിലെ മുസ്ലിങ്ങളുടെ 2.5 ഇരട്ടിയാണ് കുവൈറ്റിലുള്ള മലയാളികൾ. ഖത്തറിലെ മുസ്ലിങ്ങളുടെ അറബികളുടെ 2.5 ഇരട്ടി 3 ഇരട്ടിയെ കണ്ടാണ് കേരളത്തിൽ നിന്ന് പോയ കുടിയേറ്റക്കാർ. 13 മുസ്ലാമിക് രാജ്യങ്ങൾ, മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ അറബികളെക്കാൾ കൂടുതലാണ് ഇവിടുന്ന് പോയ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. അങ്ങനെ ഏകോദര സഹോദരങ്ങളെ പോലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒരുപോലെ ഗൾഫുകാരെയും ജോലി ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെയാണ് ഇവിടുത്തെ ഒരുപാട് ക്ഷേത്രങ്ങൾ പുതുക്കി പണിഞ്ഞത്. ഞങ്ങളുടെ ക്രിസ്ത്യൻ പള്ളി ഒരുപാട് പുതുക്കി പണിഞ്ഞ മുഴുവൻ ഗൾഫ് പണിയാണ്. ഞങ്ങൾ വീട് വെച്ച മുഴുവൻ ഗൾഫ് പണിയാണ്. അപ്പോൾ മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ മാത്രം വന്നാൽ മതി എന്ന് ഗൾഫ് രാജ്യത്തിലെ ഷെയ്ഖുമാർക്ക് തീരുമാനമെടുത്തിട്ടുണ്ടല്ലോ. കേരളം പട്ടിണി കിടക്കുന്ന രാഷ്ട്രമായിട്ട് മാറും. 22 ലക്ഷം ഹെക്ടർ നെൽവയലാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. 220 പ്രൊഫൈസ് സെക്ടറുണ്ട്. 218 നഷ്ടത്തിൽ ഈ രാജ്യം എങ്ങനെ മുമ്പോട്ട് ഒരു രക്ഷയില്ല. ഇന്ന് 1,10,000 കോടി രൂപ ആകെ ബഡ്ജറ്റ്, കേരളത്തിൽ ബഡ്ജറ്റ് ഉള്ളപ്പോൾ 1,20,000 കോടി ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളെ ചേർത്ത് പിടിച്ചോണ്ടാണ് കേരളം ഇന്ന് പട്ടിണിയില്ലാതെ നിൽക്കുന്നത്. ഇത് പരിസര ഖുർആൻ കൊടുത്ത വലിയൊരു സന്ദേശമാണ്. എല്ലാ മതങ്ങളെയും തുല്യതയോടുകൂടി കാണണം, എല്ലാ മതങ്ങളെയും തുല്യരായി പരിഗണിക്കണം. ഇവിടെയാണ് വളരെ ശ്രദ്ധേയമായ നീക്കമുണ്ടായത്. 6ാമതായി പരിസര ഖുർആൻ എന്നെ അമ്പരക്കുന്ന സംഭവം ഭൂനിയമങ്ങൾ മാറ്റിയെഴുതാണ്. ഭൂനിയമങ്ങൾ ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും വസ്തുക്കൾ മുഴുവൻ രാജാവിൻ്റെ വകയാണ്. ആ രാജാവ് വസ്തുക്കൾ പാട്ടത്തിന് പോകും. അങ്ങനെ പാട്ടത്തിന് പോകുമ്പോൾ എല്ലാ വർഷവും പാട്ടമാണ്. പാട്ടം അടച്ചു കഴിഞ്ഞാൽ യുദ്ധം വരുമ്പോൾ മൂത്ത മോനെ ആ യുദ്ധത്തിന് വിടുന്നത്, 3 കൊല്ലപ്പെട്ട 2ാമത്തെ മോനെ യുദ്ധത്തിന് വിടുന്നത്. യുദ്ധം കൂടുന്നു, ആൺമക്കൾ ഇല്ലാതെയാവും. ഇതായിരുന്നു ലോകത്തിലെ രാജ്യങ്ങളുടെ അവസ്ഥ. ഈ അവസ്ഥയിൽ ഇതിനെ ആക്കുന്ന ചില പരിപാടികളുണ്ട്. അതാണ് വേദോസത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂപരിഷ്കരണം. ഞങ്ങൾ ജോസഫ് എന്ന് വിളിക്കുന്ന, യഹൂദന്മാർ ജോസഫ് എന്ന് വിളിക്കുന്ന, മുസ്ലിങ്ങൾ യൂസുഫ് എന്ന് വിളിക്കുന്ന ഈജിപ്തിലെ ഭരണാധികാരിയുണ്ടായിരുന്നു. ഈ ഭരണാധികാരി
വളരെ പ്രത്യേകമായി ഹിസ്കോസ് എന്ന ജനവിഭാഗം ഈജിപ്തിൽ പിടിച്ചു കയറിയപ്പോൾ ഉണ്ടായ ഒരു മന്ത്രിയാണ് ഹിസ്കോസ്. അവർ ഏഷ്യാറ്റിക് ഫൈറ്റ്സ് ആയിരുന്നു. ഇറാന്റെ ആ പ്രദേശത്ത് നിന്ന് കുതിരപ്പട്ടാളവും തേനും ഒക്കെ ആയിട്ട് ഈജിപ്തിലോട്ട് വന്നു. അപ്പോൾ ഈജിപ്തുകാർക്ക് തേരൊന്നുമില്ല, ഈജിപ്തുകാർക്ക് കുതിരപ്പട്ടാളമില്ല. അപ്പോൾ ഇവരിങ്ങനെ കുതിരപ്പട്ടാളോട് വന്നപ്പോൾ തേൻ കൊണ്ട് വന്നപ്പോൾ ഈജിപ്തുകാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഹിസ്കോസ് അവിടെ പിടിച്ചെടുത്തു. ഹിസ്കോസ് അവിടെ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് മന്ത്രിയാക്കിയ ആളാണ് പ്രവാചകനായ യൂസുഫ്. യൂസുഫ് ഒരു ഭൂപരിഷ്കരണം നടത്തി. ആ ഭൂപരിഷ്കരണത്തിനകത്ത് ജനങ്ങളുടെ വയലുകളും വസ്തുക്കളും പിടിച്ചെടുത്ത് ഫറോ രാജാവിന്റെ പേരിലാക്കി. വേദോസത്തിൽ പറയുന്ന ഭൂപരിഷ്കരണം കൃഷിക്കാരനല്ലാതെ പാട്ടക്കാരനാക്കിയ ഭൂപരിഷ്കരണം. AD 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടായപ്പോഴേക്കും റോമൻ ചക്രവർത്തിമാർ മാർക്കസ് ഔറേലിയസ് തുടങ്ങി വന്ന 5 ചക്രവർത്തിമാർ ഭൂപരിഷ്കരണം ഉണ്ടാക്കി സ്വത്ത് മുഴുവൻ രാജാവിൻ്റെ വകയായിട്ട് മാറ്റി. അങ്ങനെ രാജാവിൻ്റെ വകയായിട്ട് സ്വത്ത് മാറ്റിയപ്പോൾ സേനയിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രം സ്വത്തിന് അവകാശം കിട്ടി. അങ്ങനെയാണ് ഈ യൂറോപ്പിൽ ഫ്യൂഡലിസം എന്ന് പറയുന്ന സാധനം ഫ്യൂഡലിസം. അതുകൊണ്ട് പക്ഷെ പ്രവാചകൻ പരിസ്ഥിതി ഖുർആനിൽ ഈ നിയമം മാറ്റി. വസ്തു രാജാവിൻ്റെ, ആരാണോ കൃഷി ചെയ്യുന്നത് അവനാണ് ആ കൃഷി സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ. പിന്നെ അവൻ ആ ഭൂമി സ്വന്തമായിട്ട് കൊടുത്തതിന് അവനൊരു കരമടയ്ക്കണം. ഉടമസ്ഥാവകാശം അവനാണ്, അവൻ കരമടയ്ക്കണം. യുദ്ധത്തിൽ ആൺമക്കളെ അയക്കേണ്ട ആവശ്യമില്ല. പ്രവാചകൻ പറഞ്ഞെന്താണെന്ന് പറയാം, സ്റ്റാൻഡിങ് ആർമി, സ്പെഷ്യലൈസ് ചെയ്ത ആർമി ഉണ്ടാക്കി. അതുകൊണ്ട് എന്ത് പറ്റി, യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ കലിപ്പ ഉമറിന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് ആക്രമിക്കാൻ. പക്ഷേ അറബി ദേശത്തെ ക്രിസ്ത്യാനി മുഴുവൻ മുസ്ലിങ്ങളുടെ കൂടെ. കാരണം എന്താണെന്നറിയാമോ, ആ യൂറോപ്പുകാരൊന്ന് യുദ്ധം ജയിച്ചാൽ, റോമാക്കാർ യുദ്ധം ജയിച്ചാൽ ഭൂമി മുഴുവൻ രാജാവിൻ്റെതാവും. പിന്നെ അവൻ ചെയ്യുന്ന യുദ്ധത്തിലെല്ലാം ആൺമക്കളെ അയച്ചു കൊടുക്കും കൊല്ലാനായിട്ട്. അപ്പോൾ ഇസ്ലാമാണ് ധരിക്കുകയാണെങ്കിലോ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടി, യുദ്ധം ഉണ്ടാകുമ്പോൾ ആൺമക്കളെ അയച്ചു കൊടുക്കേണ്ട, സ്റ്റാൻഡിങ് ആകുമ്പോൾ യുദ്ധം ചെയ്തോളൂ. പേർഷ്യക്കാരെ കലിപ്പ ഉമറിന്റെ കാലത്ത് തൊട്ടങ്ങോട്ട് യുദ്ധം നടത്തി. പക്ഷേ എല്ലാ യുദ്ധത്തിലും പേർഷ്യക്കാരെ മുസ്ലിങ്ങളുടെ കൂടെ. കാര്യം എന്നറിയാമോ, പേർഷ്യക്കാർ യുദ്ധം ജയിച്ചാൽ വസ്തുക്കൾ മുഴുവൻ രാജാവിൻ്റെതാവും, ചക്രവർത്തിൻ്റെതാവും. പിന്നെ യുദ്ധം ഉണ്ടാകുമ്പോൾ ആമക്കളെ അയച്ചു കൊടുക്കണം. മുസ്ലിങ്ങൾ ജയിച്ചാലോ കിട്ടിയ ഭൂമി ഞങ്ങളുടെ കയ്യിലായിരിക്കും. പിന്നെ സ്റ്റാൻഡിങ് ആർമിക്ക് രാജാവ് യുദ്ധം ജയിച്ചോളും. അതുകൊണ്ട് ഇസ്ലാം അത്ഭുത യുദ്ധം ചെയ്യുകയാണ്. റോമക്കാരെ പരക്കളവ് യാത്രൂക്കിൽ മുസ്ലിങ്ങളെ നേരിടുകയാണ്. മുസ്ലിങ്ങളുടെ സൈഡിൽ തന്നെ 8 ഇരട്ടിയാണ് റോമൻ സൈന്യം. പക്ഷെ റോമൻ സൈന്യം പരാജയപ്പെട്ടു. ആ സൈഡിൽ യുദ്ധം ചെയ്യുന്നതിന് പോലും ഉണ്ടോ അവൻ ജയിക്കും, റോമക്കാർ ജയിക്കരുത്. കാര്യം വസ്തുവിന് ഉടമസ്ഥാവകാശം കിട്ടണം. അപ്പോൾ ലോകത്തിനാദ്യമായി കൃഷിഭൂമി കർഷകൻ എന്ന നിയമം ഉണ്ടാക്കിയത് പരിസ്ഥിതി ഖുർആനിൽ പ്രവാചകൻ. അപ്പോൾ നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശം പറയും, നമ്മളിപ്പോൾ ഈ വയലെല്ലാം നമ്മുടേതാവും പൈങ്കിളി. ലോകത്തിൽ ആദ്യമായി ഈ കമ്മ്യൂണിസ്റ്റുകാർ മുദ്രാവാക്യം നടപ്പാക്കിയത് പരിസ്ഥിതി പ്രവാചകൻ. നമ്മൾ പോയി വയലെല്ലാം നമ്മുടേതായി പൈങ്കിളി. അപ്പോൾ മരുഭൂമിയിൽ 100 ഏക്കർ വസ്തു ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന കഷ്ടിച്ച് 4 ഏക്കറേ ഉള്ളൂ. ഈ OSS ഒക്കെ ഉള്ള സ്ഥലത്ത് വെള്ളം കൊടുത്ത് കൃഷി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അറബി ദേശത്തെ ഏറ്റവും വിലപ്പെട്ട സാധനമാണ് കൃഷിഭൂമി. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഭാര്യയെ കൃഷിഭൂമിയെ പോലെ കരുതിക്കോണം, കൃഷിഭൂമിയെ പോലെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടതായി ഭാര്യയെ കരുതിക്കോണമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. പക്ഷേ 22 ലക്ഷം ഏക്കർ തരിച്ചിട്ടിരിക്കുന്ന കേരളത്തിലെ കുറേ വിവരം കിട്ടാൻ മനസ്സിലായത് വേറെ എന്തോആണ്. ഈ ഭാര്യ കൃഷിഭൂമി പോലാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായത് വേറെയാണ്. പ്രവാചകൻ പറഞ്ഞത് 100 ഏക്കർ ഭൂമിയുള്ള ഒരു അറബി ദേശത്ത് കൃഷി ചെയ്യാൻ പറ്റും 4 ഏക്കറേ ഉള്ളൂ. അതിനെ പോലെ കരുതിക്കോണം, ഭാര്യയെ ഏറ്റവും വിലപ്പെട്ടതായി കരുതിക്കോണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. മലയാളിക്ക് അർത്ഥം മനസ്സിലായില്ല. അപ്പോൾ കൃഷിഭൂമി കർഷകന് കൊടുത്ത വിപ്ലവം പരിസ്ഥിതി ഖുർആനിൽ പ്രവാചകൻ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് എന്ത് പറ്റി, അറബി ദേശത്ത് മുസ്ലിങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യത്തും ഫ്യൂഡലിസം ഉണ്ടായില്ല. മുസ്ലിങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യത്തും മുതലാളിത്തം ശക്തിപ്പെട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ, ഈ നിയമമാണ്. മുസ്ലിങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യവും കമ്മ്യൂണിസ്റ്റ് ആയില്ല. കാര്യം എന്താണെന്നറിയാമോ, കമ്മ്യൂണിസം വന്നാൽ എന്താണോ അവർ നടപ്പാക്കുമെന്ന് പറഞ്ഞത് അത് ഓൾറെഡി ഇസ്ലാമിൽ അവർ കിട്ടിക്കഴിഞ്ഞു. കൃഷിഭൂമി അവൻ്റെതായി. അപ്പോൾ പിന്നെ അവിടെ നിന്നാണ് കമ്മ്യൂണിസത്തിൽ ചേരുന്നത്. അതുകൊണ്ടാണ് 58 കമ്മ്യൂണിസ്റ്റ് രാജ്യമുള്ളത്, ഒരു രാജ്യം കമ്മ്യൂണിസ്റ്റ് ആയില്ല. 58 ഇസ്ലാം രാജ്യം ഒരെണ്ണവും കമ്മ്യൂണിസ്റ്റ് ആയില്ല. 58 ഇസ്ലാമിക രാജ്യം ഒരെണ്ണവും ഫ്യൂഡലിസവും ക്യാപിറ്റലിസവും ഡെവലപ്പ് ചെയ്തില്ല. അതാണ് ഇസ്ലാമിൻ്റെ അത്ഭുതം, പരിസ്ഥിതി ഖുർആന്റെ അത്ഭുതം. 7ാമതായി തന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം പരിസ്ഥിതി ഖുർആനിൽ ഉണ്ടാക്കിയ ശ്രദ്ധേയമായ ക്യാപിറ്റൽ ഫോർമേഷൻ മാറ്റിക്കൊണ്ടുള്ള നിയമമാണ്.
ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ക്യാപിറ്റൽ ഫോർമേഷനിൽ പലിശ കൊടുത്ത് അനുവദിച്ചിരുന്നു. 100 രൂപ പലിശ കൊടുത്താൽ പലിശ 18%, 20% വെച്ച് പലിശ കണക്കാണ്. ഇത് ലോകത്തിലേക്കും വലിയ പലിശ ഉള്ളത് നമ്മുടെ കിഴക്കോട്ടാക്കുന്ന നമ്മുടെ തമ്പാനൂർ മാർക്കറ്റാണ്. രാവിലെ നമ്മൾ 90 രൂപ ഒരാൾ തന്നാൽ ഒരു ദിവസം കച്ചവടം കഴിയുമ്പോൾ 100 രൂപ തിരിച്ചു കൊടുക്കണം. അവിടുത്തെ മുതൽപിടിക്കാരൻ പറയണമുണ്ട്, 6-8 അവരെ തട്ടിക്കൊല്ലാൻ വരും. അവർ 90 രൂപ രാവിലെ കൊടുത്താൽ ഈക്വലൻ്റായി 90 രൂപ കൊടുത്താൽ സന്ധ്യയ്ക്ക് കച്ചവടം കഴിഞ്ഞിട്ട് 100 രൂപ തിരിച്ചു കൊടുക്കും. അതായത് 90 രൂപയ്ക്ക് ഒരു ദിവസത്തെ പലിശ 10 രൂപ. ഇത് ഞാൻ പഠിച്ച കണക്കനുസരിച്ച് നോക്കിയാൽ 36,000% 36,000% പലിശ. ബാങ്ക് മാക്സിമം 18 കൊടുക്കാൻ പാടില്ല. റോഡൻ വേണ്ടി ഇട്ടാൽ 8% കിട്ടും. 36,000% പലിശ. യൂറോപ്പിൽ അന്നത്തെ പലിശ 600%. അതുകൊണ്ട് ആ പലിശക്കാരെ നേരിടാൻ വേണ്ടിയാണ് ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മർച്ചന്റ് ഓഫ് വെനീസ് ഈ പലിശ കൊടുക്കുന്ന മുഴുവൻ യഹൂദന്മാരെ അതിൽ ഏറ്റവും വലിയൊരു യഹൂദനുണ്ട് ഈ പലിശ കൊടുക്കൽ എക്സ്പേർട്ട്. ആ യഹൂദന്റെ വംശ പരമ്പരയിലാണ് പ്രസിദ്ധനായ ഇറ്റാലിയൻ ഫ്ലോറൻസിലെ ഭരണാധികാരി ലോറൻസോ ദി മെഡിച്ചി, ഭയങ്കര ബാങ്കറാണ്. അതുപോലെയുള്ള ഏറ്റവും വലിയൊരു ബാങ്കറുണ്ട്. ആ ബാങ്കറാണ് അമേരിക്കയുടെ 30% ഓൺ ചെയ്യും. അയാളാണ് തീരുമാനിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആരാവണം. അയാളുടെ വല്യപ്പനാണ് ഇസ്രായേലിന്റെ രാജ്യം എഴുതി കൊടുത്തത്, ബാൽഫോർ എഴുതി കൊടുത്തത് ഈ ബാങ്കറുടെ വല്യപ്പനാണ്. അപ്പൊ ഈ യഹൂദന്മാരുടെ ഈ പലിശ കൊടുപ്പ് അറബ് ദേശത്തെ കൊള്ളയടിച്ചത്. അവൻ യൂറോപ്പിൽ പോയി യൂറോപ്പിനെ കൊള്ളയടിക്കാൻ തുടങ്ങി. ലോറൻസോ മെഡിച്ചിയുടെ കാലഘട്ടത്തിൽ ഈ ലോറൻസോ മെഡിച്ചിയുടെ മോനും അനിയന്റെ മോനും മാർപ്പാപ്പന്മാരെ, കത്തോലിക്കസഭയുടെ മാർപ്പാപ്പന്മാരെ 28 കർദിനാളന്മാർ ആ കുടുംബത്തിൽപ്പെട്ടവരാണ്. കാര്യം എന്തിനും ഒരു വില കൊടുത്ത് വാങ്ങിച്ചതായിട്ട് അതാണ് അവരുടെ പരിപാടി. ഇപ്പോൾ ഗാസ വലിക്കണക്കെ നടക്കുകയാണ്. പമ്പത്തിനാണ് ഈ ഗാസ എന്ന് പറയുന്നത്. ഗാസയിൽ 80 കിലോമീറ്റർ അപ്പുറത്ത് കടലിൽ വലിയൊരു എണ്ണശേഖരം കണ്ടെത്തിയിരിക്കുകയാണ്. അത് കോയിലാവുന്ന ആ എണ്ണക്കാൾ കൂടുതലാണ് ഗാസയുടെ അപ്പുറത്ത് നിന്നുള്ള 80 കിലോമീറ്ററിൽ കണ്ടെത്തിയിരിക്കുന്ന സാധനം. അപ്പൊ ഗാസ ആരുടെ കയ്യിലാണ് അവർക്ക് എണ്ണ. അതിനാണ് ഇസ്രായേൽ ഗാസ എത്തിക്കുന്നത്. അല്ലാതെ മുസ്ലിം വിരോധമൊന്നുമല്ല. ഇപ്പൊ ട്രംപിന് അവിടെ ഒരു കുന്നോട്ടുണ്ടാക്കുന്നത് എന്താണെന്നറിയാമോ? എണ്ണ അടിച്ചെടുക്കാൻ വേണ്ടിയാണ് കുന്നോട്ടുണ്ടാക്കുന്നത്. അപ്പൊ ഈ പരിപാടി പ്രവാചകൻ പരിശുദ്ധ ഖുർആനിൽ സ്റ്റോപ്പ് ചെയ്തു. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഉസൂർ ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ഇസ്ലാം. പലിശ കൊടുക്കാൻ പാടില്ല. പലിശ കൊടുക്കാൻ പാടില്ലെന്ന് തന്നെയല്ല, നിങ്ങൾ 100 രൂപ ബാങ്കിൽ ഇട്ടാൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് ആ 100 രൂപ കിട്ടുന്നത് പലിശയില്ല. പ്രവാചകൻ പരിശുദ്ധ ഖുർആനിൽ ഒരു ന്യായമാണ്. ആരാണ് പലിശ കൊടുക്കുന്നത്? കൈ പൈസ കൊടുക്കുന്നത്. ആരാണ് കടം വാങ്ങിക്കുന്നത്? ഒന്നുമില്ലാത്ത പാവപ്പെട്ടവൻ. അപ്പോൾ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവൻ പണം വാങ്ങിച്ചിട്ട് അതിൻ്റെ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ പണക്കാരനായിക്കൊണ്ടേയിരിക്കും, പാവപ്പെട്ടവനായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പലിശ കൊടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇസ്ലാം ഇത് പ്രൊഹിബിറ്റ് ചെയ്ത കാരണം ബാങ്കർ എന്നുള്ള സെക്ഷൻ ഒരു ഷൈലോക്കും അറബ് രാജ്യങ്ങളുണ്ടായില്ല. അവരുണ്ടായില്ല എന്ന് തന്നെയല്ല, അതുണ്ടാകാത്ത കാരണം പണക്കാരൻ കൂടുതൽ പണക്കാരനായിക്കൊണ്ടിരുന്നില്ല, പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനായിക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ട് ക്യാപിറ്റലിസം എന്നൊരു സാധനം ഒരു അറബ് ദേശത്തും ഉണ്ടായില്ല. അത് പരിശുദ്ധ ഖുർആനിൽ ഉണ്ടാക്കിയ അത്ഭുതകരമായ നിയമമാണ്. ഇറ്റ് പ്രിവെന്റഡ് ക്യാപിറ്റലിസം ആൻഡ് ഫ്യൂഡലിസം ഡെവലപ്പിംഗ് ഇൻ എനി ഇസ്ലാമിക് കൺട്രി. ലോകചരിത്രം മാറ്റിമറിച്ച ഒരു സംഭവമാണ് ഈ പലിശ നിരോധിച്ചുകൊണ്ടുള്ള അത്ഭുതകരമായ സംഭവം. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ 1% ജനങ്ങളുടെ കയ്യിൽ 32% പൈസ, 32% പ്രോപ്പർട്ടി, ഇന്ത്യ ടോപ്പ് പ്രോപ്പർട്ടി. 1975 ആയപ്പോഴേക്കും 1% ജനങ്ങളുടെ കയ്യിൽ 48% സ്വത്തായി. 2000 ആണ്ട് എത്തിയപ്പോൾ 1% ജനങ്ങളുടെ കയ്യിൽ 66% സ്വത്തായി. ഇപ്പോഴും 2024 ആയപ്പോൾ ഇന്ത്യയിലെ 1% ജനങ്ങളുടെ കയ്യിലാണ് ഇന്ത്യയുടെ ആകെ സമ്പത്തിന്റെ 78%. ബാക്കി 99% പേർക്ക് ബാക്കി 22% ഉള്ളൂ. നമ്മളൊരു ശക്തി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ്. ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? 40 കോടി ജനങ്ങൾ ബിലോ പോകലെ, 3 ആഹാരം കഴിക്കില്ല. 2.5 കോടി ജനങ്ങൾ ഒരു ദിവസം ഒരു നേരം പോലും ആഹാരം കഴിക്കില്ല. ഫുഡ് പോവർട്ടി. 2 കോടി ജനങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്ര രാഷ്ട്രമാണ് ഇന്ത്യ. പാചകയ്ക്ക് എളുപ്പമായിക്കോട്ടെ, 5-ാമത്തെ വലിയ സത്യം പറയാൻ എളുപ്പമാണ്, ദരിദ്ര രാഷ്ട്രമായിട്ട് മാറി. പക്ഷേ പ്രവാചകൻ ഒരൊറ്റ നിയമത്തിലൂടെ വളരെ രസകരമായി പലിശകൾ നിർത്തി. അപ്പോൾ ഒരു ഫ്യൂഡലിസം ഉണ്ടായില്ല, ഒരു ക്യാപിറ്റലിസം ഉണ്ടായില്ല.
അത് കഴിഞ്ഞ് പ്രവാചകൻ അത്ഭുതകര നിയമം ഉണ്ടാക്കി. അതാണ് സക്കാത്ത്. നിങ്ങൾക്ക് എത്ര വരുമാനമാണ്? അതിൻ്റെ 2.5%, ഗവൺമെൻറ് 2.5% സക്കാത്താണ്. അപ്പോൾ ഒരു ദിവസത്തെ വരുമാനം കൊടുക്കാൻ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളിൽ ഏറ്റവും കുറച്ച് വരുമാനമുള്ള ദിവസത്തെ വരുമാനം കൊടുത്തേ. ഒരാഴ്ച വരുമാനം കൊടുക്കാൻ പറഞ്ഞാൽ ഒരാളിൽ ഏറ്റവും വരുമാനം കുറഞ്ഞ ആഴ്ചയിൽ വരുമാനം കൊടുത്തേ. പ്രവാചകനാണ് ലോകത്തിൽ ആദ്യമായി ആനുവൽ ഇൻകം ടാക്സ് ഉണ്ടാക്കി. ഒരു കൊല്ലത്തെ ആകെ വരുമാനം എടുത്തിട്ട് അതിൻ്റെ 2.5% കൊടുക്കണം. അപ്പോൾ സമൃദ്ധിയുടെ കാലമുണ്ട്, വരൾച്ചയുടെ കാലമുണ്ട്, എല്ലായിടത്തും ടോട്ടൽ വരുമാനം കണക്കാക്കിയിട്ട് 2.5% കൊടുത്തേക്കും. 2.5%. അപ്പോൾ ഞാൻ എറണാകുളം കമ്മീഷനായിരുന്നപ്പോൾ മട്ടാഞ്ചേരി ഒരു കേസ് അന്വേഷിക്കാൻ പോയി. ഒരു മുസ്ലിം കച്ചവടക്കാരുണ്ട്. ഇപ്പം സാധനം ഇങ്ങനെ കൊണ്ടൊരു അദ്ദേഹം തരുന്ന പൈസയ്ക്കുന്ന ഒരു ഭാഗം ഈ ഒരു ബാസ്കറ്റിൽ വരും. ഭിക്ഷക്കാർ വരുമ്പോൾ ഇത് കൈ അതിനകത്ത് ഇട്ടിട്ട് എന്നിട്ട് എത്ര കൊടുക്കുന്ന കണക്കേണ്ട അറിഞ്ഞില്ല. അപ്പോൾ ഈ എടുക്കുന്ന കൈക്കകത്ത് നോട്ട് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ കിട്ടിയ നോട്ട് 500 രൂപയിലാണെങ്കിൽ ആ കിട്ടിയവൻ ഓടടിച്ചു. അപ്പം ഞാൻ സ്വപ്നത്തിനെ കണ്ടിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ കാണിക്കുന്ന വലിയ മണ്ടത്തരമല്ല, നിങ്ങളുടെ കച്ചവടം പൊളിഞ്ഞു വന്നിട്ട് ഇങ്ങനെ ചെയ്താൽ. അദ്ദേഹം പറഞ്ഞില്ല, പരിസ്ഥിത പ്രവാചകൻ സക്കാത്ത് കൊടുക്കുന്നത് വന്നിരിക്കാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ വരുമാനത്തിൻ്റെ ആകെ വരുമാനത്തിൽ 100 രൂപയുടെ സാധനം വിറ്റാൽ അപ്പോഴേ 2 രൂപ ബസ്കെടുത്തിട്ട് ഞാനാണ് ഇടുന്ന സാധനമാണ് ഈ ഭിക്ഷക്കാർക്കെല്ലാം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു 5 വർഷത്തിന് മുമ്പ് മട്ടാഞ്ചേരി പോയി. അപ്പോൾ ഈ കടയിൽ ചെന്നപ്പോൾ കടയുടെ റൂം പവർ മാറി. ഞാൻ ചോദിച്ചു, മക്കളൊക്കെ എങ്ങനെയുണ്ട്? അത് മൂത്ത മുതൽ IFS കിട്ടി, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഒരു പിന്നീട് അംബാസഡറാണ്. മനുഷ്യൻ്റെ കച്ചവടക്കാരൻ വലിയ വിദ്യാഭ്യാസമുള്ളതെന്ന് വെച്ചാണ് അദ്ദേഹത്തിന് മക്കളൊക്കെ നിലയിൽ കിട്ടിയ 50 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ, IFS ഓഫീസറൊക്കെ ആയിരുന്നു. അതാണ് സക്കാത്ത് മഹിമയെന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലാദ്യമായി ആനുവൽ ഇൻകം ടാക്സ് നടപ്പാൻ സക്കാത്ത് കൊടുത്തിട്ട് ജനങ്ങൾക്ക് അത്ഭുതകരമായ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതുകൊണ്ട് ഫ്യൂഡലിസം ഉണ്ടായില്ല, ക്യാപിറ്റലിസം ഉണ്ടായില്ല, കമ്മ്യൂണിസം ഉണ്ടായില്ല. ഭൂരിപക്ഷം പോലീസും നടപ്പാക്കി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവന് കൊടുത്തു. പണക്കാരൻ പാവപ്പെട്ടവനെ കൊള്ളയടിക്കുന്ന പരിപാടി പ്രവർത്തനം നടത്തി. ഈ പരിസ്ഥിതി ഉണ്ടാക്കിയ നിയമസംഹിത അത്ഭുതകരമായ നിയമസംഹിതയാണ്. അപ്പോൾ ഒരു നിയമവാഴ്ചയെ പറ്റി പഠിക്കുന്ന, അല്ലെങ്കിൽ ഡെമോക്രസിയെ പറ്റി പഠിക്കുന്ന, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സിസ്റ്റത്തെ പറ്റി പഠിക്കുമ്പോൾ ഭരണക്രമത്തെ എങ്ങനെയാണ് പരിസ്ഥിതി മാറ്റിയത് അത് കൃത്യമായി മനസ്സിലാക്കില്ല. 8ാമതായി പരിസ്ഥിതി വായിക്കുമ്പോൾ അത്ഭുതപ്പെടുന്നത് ഭരണക്രമം സെറ്റ് ചെയ്ത ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം സെറ്റ് ചെയ്യാൻ. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം സെറ്റ് ചെയ്യുന്നതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ഈ പ്രവാചകനുണ്ടാക്കിയ സിസ്റ്റം ലോകത്തെ സ്വാധീനിച്ചത്. ഇപ്പോൾ കേരളം ഒരിക്കലും മുസ്ലിം ഭരണത്തിലായിരുന്നില്ല. കണ്ണൂരിലൊരു ചെറിയ പട്ടണത്തിൻ്റെ അവിടെ അറക്കൽ ടിവിക്ക് ഒരു ഭരണം ഉണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിലെ ഭരണവ്യവസ്ഥയെ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇസ്ലാമാണ്. നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ തിരുവനന്തപുരത്തെ പ്രധാനമന്ത്രി വിളിച്ചിരുന്നത് ദിവാൻ പേഷ്കാർ. ദിവാൻ, ഇത് രണ്ടും പരിസരപ്രായം വരുന്ന വാക്കാണ്. ദിവാൻ രണ്ടാമൻ, രാജാവ് കഴിഞ്ഞാൽ രണ്ടാമൻ. പേഷ്കാർ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ കരത്തിൻ്റെ പേരാണ് പേഷ്പുഷ്. പേഷ്പുഷ് വിരിക്കുന്നവൻ പേഷ്കാർ. ദിവാൻ പേഷ്കാർ പരിസരപ്രാണിയിൽ ഉണ്ടായതാണ്. ഇനി ആ പേഷ്കാരുടെ താഴെ ഈ രാജ്യത്തെ പ്രവാചകൻ സില്ലകളായി തിരിച്ചു, പ്രോവിൻസായി തിരിച്ചു. അറബി ഭാഷയിൽ പ്രോവിൻസ് എന്ന വാക്കാണ് സില്ല. ആ സില്ലയാണ് നമ്മളിപ്പം ജില്ലയാക്കി മാറ്റിയത്, ജില്ല. അപ്പോൾ ജില്ലയാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ അതിന് ഓരോരുത്തരെയും ഓരോ ഭരണാധികാരി ഏൽപ്പിച്ചു. അതാണ് പേഷ്കാർ, കളക്ടർ ഓഫ് ടാക്സസ്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഈ IAS വലിയ നാണക്കേണ്ടി ഓഫ് ടാക്സസ് അത് വെട്ടാൻ പറഞ്ഞു. അങ്ങനെ ഓഫ് ടാക്സസ് വെട്ടി ഇപ്പം കളക്ടർ എന്നറിയപ്പെടുക. ഈ കളക്ടറുടെ ഒറിജിനൽ പറഞ്ഞ പേഷ്കാർ പരിസ്ഥിതി പ്രവാചകം ഉണ്ടാക്കിയ ടെർമിനോളജി വളരെ കൃത്യമായിട്ട് ആ ജില്ലകളെ ഫർദർ സബ്ഡിവൈഡ് ചെയ്തു. ആ സബ്ഡിവൈഡ് ചെയ്തപ്പോൾ താലൂക്കുകളാക്കി. താലൂക്ക് നമുക്ക് എഴുതുന്നു ഇസ്ലാമിക നേതൃത്വമാണ്, ഇസ്ലാമിക ഭരണക്രമമാണ് താലൂക്ക്. അത് ഭരിക്കാൻ വേണ്ടി തഹസീൽദാരെ വെച്ചു. എവിടുന്നാണ് ഈ തഹസീൽ വരുന്നത്? അറബി ഭാഷ ഹസാല, കളക്ട് ഹസാല, വണ്ണു കളക്ട് ടാക്സസ്. തഹസീൽദാരെ ഖുറാനിൽ നിന്നാണ് തഹസീൽദാർ വരുന്നത്. തഹസീൽദാർ. പോലീസിന്റെ പേരെന്തായിരുന്നു? അമിനാദ. അമിനാദ ആമീൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നു. കേരളത്തിൽ ഹിന്ദുക്കൾ നായന്മാരും ഒന്നും അല്ലാത്ത ആദ്യത്തെ അമിനാദ ക്രിസ്ത്യാനിയുടെ എൻ്റെ വല്യപ്പൻ്റെ അപ്പാപ്പനായിരുന്നു ആദ്യത്തെ അമിനാദ. അങ്ങനെ ക്രിസ്ത്യാനി ഒരു അമിനാദരെ കൊടുത്ത മുസ്ലിം രാജാവിന് കംപ്ലൈൻറ്റ് ചെയ്തു. അങ്ങനെ 1862 കോന്നിയിലെ ജാഫർ അലി ഖാനെ മുസ്ലിം ആദ്യത്തെ അമിനാദരായിട്ട് അപ്പോയിന്റ് ചെയ്തു. ഈ അമിനാദർ പോസ്റ്റ് ഖുറാനിൽ പരിസ്ഥിതി
പ്രവാചകനുണ്ടാക്കിയ നിയമസംഹിതയിൽ വരുന്നതാണ്. പോലീസിൻ്റെ പേര് ഹവിൽദാർ, ഡഫേദാർ, ഇത് മുഴുവൻ അറബി ഭാഷയിൽ വാക്കുകളാണ്. ജമേദാർ, സുബേദാർ, ഇതെല്ലാം അറബി ഭാഷയിൽ വരുന്നതാണ്. അദ്ദേഹം ഭരണക്രമം ഉണ്ടാക്കിയതോടൊപ്പം അദ്ദേഹം അതിന് സിസ്റ്റം ഉണ്ടാക്കി. നമ്മുടെ വില്ലേജ് ഓഫീസർ ഇപ്പോഴും മാർച്ച് 30 ജമാബന്ദി എന്ന് പറഞ്ഞ അറബി ഭാഷയാണ്. പ്രവചനം ഉണ്ടാക്കിയതാണ്. ക്ലോസ് ഓഫ് അക്കൗണ്ട് സെറ്റ് ചെയ്യണം. ഒരാളുടെ അക്കൗണ്ട് മാർച്ച് 30 സെറ്റ് ചെയ്യണം. അത് പ്രവചനം ഉണ്ടാക്കിയ സിസ്റ്റം ഇപ്പോഴും അതുപോലെ കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസിലും മാർച്ച് 30 ജമാബന്ദി ചെയ്യും. എന്തുകൊണ്ട് ജമാബന്ദി അർത്ഥം വില്ലേജ് സർക്കാരിനുള്ള സെറ്റിലിംഗ് ഓഫ് അക്കൗണ്ട്സ് കറക്റ്റ് മാർച്ച് 30 ചെയ്തിരിക്കണം. കരാർ അറബി ഭാഷയാണ്. റദ്ദ് ചെയ്യുക അറബി ഭാഷയാണ്. കരാർ റദ്ദ് ചെയ്യാം അറബി ഭാഷയാണ്. വക്കീൽ, അഡ്വക്കേറ്റിന് മലയാളത്തിൽ ഓടിക്കുന്നത് വക്കീൽ എന്ന് പറഞ്ഞ പ്രവാചകം ഉണ്ടാക്കിയതാണ്. വക്കീൽ ഇറാനിലെ ഫോറിൻ മിനിസ്റ്റർ പേര് വക്കീൽ അബ്ദുൽ വക്കീൽ എന്നൊക്കെയാണ്. വക്കീൽ, അഡ്വക്കേറ്റ് അറബി ഭാഷയാണ്. നമ്മളിപ്പോഴും വിളിക്കുന്ന ഭാഷ അറബി ഭാഷയാണ്. വസൂലാക്ക അറബി ഭാഷയാണ്. അപ്പോൾ നമ്മുടെ ഭരണക്രമം മുഴുവൻ മുസ്ലിങ്ങൾ ഭരിച്ചിട്ടാത്ത കേരളത്തിൽ പോലും നമ്മുടെ ഭരണക്രമം പ്രവാചകൻ ഉണ്ടാക്കിയ ഭരണക്രമത്തിൻ്റെ പിന്തുടർച്ചയാണ് വരുന്നത്. വടക്കേ ഇന്ത്യയിലെ ഭരണം എടുത്തു കഴിഞ്ഞാൽ അവിടെ മുസ്ലിങ്ങൾ ഭരിച്ചത് രാജ്യമാണ്. അതുകൊണ്ട് ഒന്നാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഭരണക്രമം മാറ്റുന്നത് എങ്ങനെയാണ്, നിയമവ്യവസ്ഥ മാറ്റുന്നത് എങ്ങനെയാണ്, ലാൻഡ് ഓണർഷിപ്പ് മാറ്റുന്നത് എങ്ങനെയാണ്, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്, ഇതിൻ്റെ മുഴുവൻ ഉത്ഭവം പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലെ ഓരോ നിയമം ഉണ്ടായത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് ആധുനിക ലോകത്തെ അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാക്കുന്നതാണ് പരിശുദ്ധ ഖുർആന്റെ മഹത്വം മനസ്സിലാവുന്നത്. 9ാമത് പരിശുദ്ധ പ്രവാചകൻ കൈവച്ച മേഖല സ്ത്രീ വിമോചനമാണ്. സ്ത്രീ വിമോചനം. ലോകത്തിൽ സ്ത്രീകളെ വസ്ത്രം ധരിപ്പിക്കാൻ മനുഷ്യൻ തയ്യാറായില്ല. ഇപ്പോഴത്തെ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് റോം രാജ്യത്തെ എസ്ട്രോക്കൻസാണ്. എസ്ട്രോക്കൻസിന് സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാൻ അവകാശം ഇല്ല. സ്ത്രീകൾ ധരിച്ചിരുന്ന രാജ്യമുണ്ട് ആമസോണിയൻസിന്റെ രാജവംശത്തിൽ രാജ്ഞി ഉൾപ്പെടെ 100 ബന്ധം വസ്ത്രം ധരിക്കാൻ പാടില്ല. 100 ബന്ധം. വളരെ പ്രസിദ്ധരായ മറ്റൊരു ജനവിഭാഗം ഗ്രീക്കുകാരാണ്. വലിയ ജനാധിപത്യവാദികളൊക്കെ വാലടിക്കും. അവിടെ രാജ്യമാണ് സ്പാർട്ട. ഏതൻസിനെ തോൽപ്പിച്ച സ്പാർട്ടയിൽ രാവിലെ സ്ത്രീകൾ നടക്കാൻ എക്സസൈസ് ചെയ്യാൻ ഇറങ്ങണം. ഒറ്റ സ്ത്രീ 100 വസ്ത്രം പോലും ധരിക്കാൻ പാടില്ല. സ്ത്രീകളുടെ ശരീരം കാണാനുള്ളതാണ്. ഇത് കണ്ടിട്ട് വേണം ഇന്ന പെണ്ണിന് കടമ വേണമെന്ന് പുരുഷനെ തീരുമാനിക്കാൻ. അതിന് സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയിട്ട് നഗ്നരാക്കി. കേരളത്തിൽ ഒരു 100 വർഷം മുമ്പ് 1924 ഇന്നേക്ക് 100 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് തിരുവല്ലിക്കുള്ള സമരം നടക്കുകയാണ്. മറക്കൽ സമരം. മഹാനായ ഏകാണി ഉൾപ്പെടെ കുറച്ച് പേര് മെനക്കെട്ടിട്ട് 6 മണിക്കാൻ സമരം നടത്തി. 6 മണിച്ച് ആദ്യം 4 സ്ത്രീകൾ തന്നെ വലിച്ചു പറിച്ചു. ഞാൻ നേരിട്ട് പോലീസിനെ ഇൻസ്പെക്ട് ചെയ്തു. ഞാൻ തിരുവനന്തപുരം കമ്മീഷണർ 2 ആഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരിട്ട് പോലീസിനെ ഇൻസ്പെക്ട് ചെയ്തു. പുഴയുടെയും വീട്ടിലെയും പരിശോധിച്ചു. അപ്പോൾ 1920s 80s 2 പോലീസുകാരെ നേരിട്ട് റോഡിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ജോലി വലിച്ചു പറിക്കാൻ. ഏതെങ്കിലും സ്ത്രീ മറച്ചുകൊണ്ടുവന്ന വസ്ത്രം വലിച്ച് പറിക്കുക. 2 ജോലി. പോലീസുകാർ വളരെ സന്തോഷമായിട്ട് ജോലിയാവാനാണ് സാധ്യത. ഈ 2 നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ്. ലോകത്തിൽ ഈ സ്ത്രീയെ മറയ്ക്കാനുള്ള ശരീരം മറയ്ക്കാനുള്ള സമ്മതിച്ചിട്ടില്ല. അവിടെയാണ് പ്രവാചകൻ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീ ശരീരം കംപ്ലീറ്റ് മറച്ചിരിക്കുന്നത്. അവരുടെ 2 കണ്ണും കാൽപ്പാട് ഒഴിച്ച് സ്ത്രീ കംപ്ലീറ്റ് ശരീരം മറച്ചുകൊണ്ടാണ് പ്രവാചകൻ. ആ ഡ്രസ് റെവല്യൂഷൻ ഉണ്ടല്ലോ, ലോക ചരിത്രത്തിൽ മാറ്റി മറിച്ച റെവല്യൂഷനാണ്. വസ്ത്രം നമ്മൾ ധരിക്കാൻ പറ്റി. അതുകൊണ്ട് ഇതിനെ പറ്റി ഇസ്ലാമിക രാജ്യങ്ങളിൽ മൊളസ്റ്റേഷനും റേപ്പും വളരെ കുറവാണ്. കാരണം ഈ പെണ്ണിനെ ഈ പർദ്ദക്കാട്ട് പോയ അകത്ത് പോകുന്ന ഹെലനോട്രോയാണോ അത് ഹേമമാലിനിയാണോ അത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. അപ്പം 2 കണ്ണും കാണാം, കാൽപാദം മാത്രമേ കാണുന്നു. മറ്റേ പെണ്ണ് റോഡ് അവളെ സുന്ദരിയാണ്. അവളെ പിടിക്കണമെന്ന് വിചാരിച്ചാൽ അവൾ വീട് കണ്ടുപിടിച്ച് ബലാത്സംഗം റേപ്പും മൊളസ്റ്റേഷൻ. അവർക്ക് ദേശത്ത് മൊളസ്റ്റേഷൻ റേപ്പ് തുലോം 1/100. കാരണം പർദ്ദക്കാട്ടുന്ന സ്ത്രീ സുന്ദരിയാണോ അല്ലെങ്കിൽ കണ്ടെത്താൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. മരുഭൂമിയിൽ പോകുമ്പോൾ മണൽക്കാറ്റടിച്ച് തലമുടിക്കാത്ത മണലിൽ കേരളത്തിൽ നമുക്ക് കുളിക്കാം. അറബ് ദേശത്ത് വെള്ളമില്ല, കുളിക്കാൻ പറ്റിയല്ല.
അപ്പോൾ ഈ തലമുടിക്കകത്ത് മണൽ കയറിയാൽ ചീപ്പ് വെച്ച് ഇങ്ങനെ ചീവിച്ച് എടുക്കുന്ന 1.5 മണിക്കൂർ മെനക്കെട സ്ത്രീകളെ കഷ്ടപ്പാടിൽ മോചിപ്പിക്കാൻ പോകാൻ തീരുമാനിച്ചു. പ്രവാചകൻ എന്ത് ചെയ്തു? തലയൊക്കെ മറച്ചതാണ്. എൻ്റെ പേരേക്കുള്ള തല മറയ്ക്കുന്ന സാധനം. അതോടുകൂടി സ്ത്രീ തല മറച്ച് വെക്കാൻ അതവിടെ മറക്കാൻ പറ്റും. അപ്പൊ ഈ മരുഭൂമി പോകുമ്പോൾ പുരുഷന്റെ തലമുടി മണ്ണ് കയറും, സ്ത്രീയുടെ തലമുടിക്ക് അത് മണ്ണ് കയറില്ല. അപ്പൊ ഈ തലമുടി ചീപ്പിയ മണ്ണ് പുറത്തിറക്കുന്ന കഷ്ടപ്പാടിൽ സ്ത്രീയെ മോചിപ്പിച്ചു. വളരെ രസകരമായിട്ട് മോചിപ്പിക്കാൻ അങ്ങനെയോട് മോചിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പിന്നീട് സ്ത്രീയെ സംരക്ഷിക്കണം. അതിന് പ്രവാചകൻ ചെയ്ത അത്ഭുതമാണ് സ്ത്രീക്ക് പുരുഷന്റെ പകുതി സ്വത്ത് ഉടമ്പടി. അന്ന് വരെ സ്ത്രീക്ക് സ്വത്തവകാശമില്ല, ലോകത്തൊരു രാജ്യത്തുമില്ല, റോമിലുമില്ല, ഇന്ത്യയിലെ മഹാഭാരതത്തിലുമില്ല, രാമായണത്തിലും ഒരിടത്തുമില്ല. പക്ഷെ പ്രവാചകൻ പറഞ്ഞു സ്വത്ത് വീതം ആൺകുട്ടിയുടെ സ്വത്തിൻ്റെ പകുതി പെൺകുട്ടി കൊടുക്കാം. ചേട്ടൻ മുമ്പേക്ക് പകുതിയല്ലേ കിട്ടിയുള്ളൂ. പക്ഷെ അന്ന് ഒന്നുമില്ലാത്ത സമയത്താണ് പകുതി കൊടുത്തത്. പക്ഷെ അടുത്ത പ്രവാചകന്റെ നിയമം ഗംഭീരമാണ്. അന്ന് വരെ പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ അവള് പുരുഷന്റെ വീട്ടിലോട്ട് സ്ത്രീധനം കൊടുക്കണം. സ്ത്രീധനം ശാന്താരിയെ കല്യാണം കഴിക്കുമ്പോൾ 30,000 പശുക്കളെയാണ് സ്ത്രീധനം കൊടുത്തു. 30,000 പശുവിന് വില കണക്കാക്കുന്നതൊക്കെ എത്രയാണ് സ്ത്രീധനം? പിന്നെ സ്വർണം പൈസ കൊടുക്കണം, സ്വർണം കൊടുക്കണം, ഫ്രിഡ്ജ് കൊടുക്കണം, കാർ കൊടുക്കണം, എല്ലാം കിടക്കണം സമയം ഭയങ്കര പ്രശ്നം. അപ്പോഴേ പ്രവാചകൻ കൽപ്പിച്ചു ആ പണി നടക്കേ. നിങ്ങൾക്കൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, അങ്ങോട്ടും മോഹർ കൊടുത്തിട്ട് കെട്ടിപ്പറഞ്ഞു. അങ്ങോട്ടും മോഹർ കൊടുക്കണം. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം കിട്ടി, പിന്നെ കല്യാണം കഴിക്കുമ്പോൾ മോഹർ കിട്ടി, സ്വത്ത് വിതർക്കും അപ്പൻ സ്വത്തിൻ്റെ ആമക്കൊത്തിന് പകുതി കിട്ടി. അപ്പോൾ ഈ മോഹറും സ്ത്രീധനം കിട്ടുന്ന സ്വത്തോടെ കൂട്ടുമ്പോൾ ആൺകുട്ടികൾ കൂടുതൽ സ്വത്ത് പെൺകുട്ടിക്കായി. ഇത് പ്രവാചകൻ കാണിച്ച ആദ്യ ഗംഭീര വിപ്ലവം. ലോകത്തിൽ ആദ്യമായി വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷന്റെ വീട്ടിലോട്ട് പൈസ പോയിക്കൊണ്ടിരുന്നത് പുരുഷന്റെ വീട്ടിൽ നിന്ന് സ്ത്രീയുടെ വീട്ടിൽ നിന്ന് വീട്ടിലോട്ട് പൈസ പോകുന്ന സിസ്റ്റം അദ്ദേഹം മാറ്റി. അങ്ങനെ മാറ്റിയ ശേഷം അദ്ദേഹം വളരെ ശ്രദ്ധേയമായി വിവാഹ നിയമം മാറ്റി. അപ്പോൾ 3 നിമിഷം കഴിഞ്ഞോടുകൂടി 10,000 പേര് മരിച്ചു. അപ്പോൾ ആണുങ്ങളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ കുറവാണ്. ഒരുപാട് പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ ഭർത്താക്കന്മാരില്ലാത്ത പരിപാടി. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഒരു പുരുഷന് 4 സ്ത്രീകളെ വരെ മാക്സിമം വിവാഹം കഴിക്കാൻ. 1 ദിവസം പറ്റിയല്ല, 2-ാം ശ്രേണി കൺസേണുണ്ടെങ്കിൽ 3-ാം ശ്രേണി കിട്ടാൻ പറ്റും, 3-ാം ശ്രേണിയുടെ കൺസേണുണ്ടെങ്കിൽ 4-ാം ശ്രേണി കിട്ടാം. ഈ കൺസേൺ എങ്ങനെ സാധാരണക്കാർ കൊടുക്കുക? 4 സ്ത്രീകളെ തുല്യമായി പരിഗണിച്ചോണം. പക്ഷേ പരിശുദ്ധ ഖുർആന്റെ 4-ാമത്തെ സൂറത്തിന്റെ 4-ാമത്തെ ശ്ലോകത്തിൽ പ്രവാചകൻ കൃത്യമായി പറഞ്ഞു ഏകഭാര്യയാണ് ഉത്തമം. ഉത്തമം ഒന്നാണ്. ഗതിയില്ലാ സമയത്ത് മാത്രം. എല്ലാ പുരുഷന്മാർക്കും കല്യാണം കഴിക്കാൻ പറ്റിയത്. ചില പുരുഷന്മാർ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ചില പുരുഷന്മാർ കല്യാണത്തിന് സാമ്പത്തിക ശേഷിയില്ല. അങ്ങനെ പുരുഷന്മാരെ കുറച്ച് കല്യാണം കഴിക്കുക എന്നാൽ സ്ത്രീ കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് അന്മാരിൽ വിമിൻ്റെ എണ്ണം കൂടുന്ന അപകടമാണ് പ്രവാചകൻ മനസ്സിലായി. അതുകൊണ്ടാണ് പ്രവാചകൻ വളരെ ശ്രദ്ധേയമായി ഈ നിയമം ഉണ്ടാക്കിയത്. ഇതുണ്ടാക്കിയിട്ട് എന്ത് പറ്റി? ലോകത്തിലെ സ്ത്രീകൾ രക്ഷപ്പെട്ടു. ഇപ്പം കേരളത്തിൽ 1000 പുരുഷന്മാർക്ക് 1022 സ്ത്രീകളാണ്. ഞങ്ങൾ ക്രിസ്ത്യാനി ഹിന്ദു 1000 പുരുഷന്മാർ 1000 സ്ത്രീ കെട്ടിച്ചു കഴിഞ്ഞ് 22 സ്ത്രീക്ക് പെണ്ണ് കെട്ടാൻ ആളില്ല. ക്രിസ്ത്യൻ ഹിന്ദുക്കളുടെയും പെൺകുട്ടിയുടെ വിവാഹമായി 24, 26, ഇപ്പം 28 നിൽക്കുകയാണ്. പെൺകുട്ടിക്ക് വിവാഹം കഴിക്കണം. നല്ല സ്വത്തുള്ള വീട്ടിൽ നിന്ന് നേരത്തെ സ്ത്രീ നമുക്ക് കെട്ടിക്കണം. കാര്യം 1000 പുരുഷന്മാർ 1000 സ്ത്രീയെ കെട്ടിയ ബാക്കി 72 ആരും കെട്ടും ആരില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഇവിടുന്ന് പെൺകുട്ടികളെ ഹരിയാനയ്ക്കും രാജസ്ഥാനിലും കയറ്റി അയക്കണം. അവിടെ 1000 പുരുഷന്മാർക്ക് 822 സ്ത്രീയോട് അവന്മാർ ഇവിടെ വന്ന് ഞാൻ വെല്ലങ്ങോടി പോയി മാർക്കറ്റിൽ പോയപ്പോൾ എൻ്റെ കൂടെ നടന്നു. സാറിന് രസം കാട്ടണം. ഞാൻ ചെന്തുവാണ്. ഇവിടെ മലയാള ആരോടെന്ന് വിളിച്ച് ചോദിക്കാൻ പറ്റും. ഞാൻ രസത്തിന് മലയാള ആരോടെന്ന് ചോദിച്ചു. ഒരു 10-12 പെണ്ണുങ്ങൾ ഓടി വന്നു. മാർക്കറ്റിലെ പെണ്ണുങ്ങൾ അവരെല്ലാം മലയാളികളാണ്. ഇവിടെ പുരുഷന്മാരില്ലാത്തത് അവിടെ പോയി കെട്ടുക. പക്ഷേ ഇതേ കേരളത്തിൽ മുസ്ലിങ്ങളുടെ മാരേജ് ഏജ് 21 1000 പുരുഷന്മാരിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കെട്ടാൻ പറ്റുന്നില്ല. അല്ലാത്തവർ 2-3 കിട്ടുമ്പോൾ ഈ 1000 പുരുഷന്മാർ 1022 അബ്സോർബ് ചെയ്തു. മുസ്ലിം പെൺകുട്ടി വിവാഹമായി ഇപ്പോൾ 21 ക്രിസ്ത്യാനിയും ഹിന്ദുവിൻ്റെ 28, 27, 22 അടക്കം നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെണ്ണിങ്ങനെ നിൽക്കുകയാണ്. സ്ത്രീധനം കൊടുക്കണം. സ്ത്രീധനം കൊടുത്തതിന് പസാരം കൊടുക്കണം. അതിൻ്റെ 3% പള്ളിയിൽ അടക്കണം. പിന്നെ സ്വത്ത് കൊടുക്കണം, ഫ്രിഡ്ജ് കൊടുക്കണം. അപ്പോഴാണ് മുസ്ലിം പയ്യൻ സ്മാർട്ട് പയ്യൻ ഐ ലവ് യു. അപ്പോൾ ഒരു ചിലവില്ലാതെ കിട്ടല്ലേ. അതിന് ലവ് ജിഹാന്ന് അച്ഛന്മാർ കടന്നു കൊടുക്കാം. എന്നാൽ നീ സ്ത്രീധനം നിർത്തണേ. നീ സ്ത്രീധനം നിർത്തി മര്യാദയ്ക്ക് പെണ്ണിനെ കിട്ടില്ലേ? അത് സമ്മതിക്കില്ല.
വീട് കൊടുക്കണം. 1000 പുരുഷന്മാർക്ക് 1022 സ്ത്രീ. അപ്പോഴാണ് ക്രിസ്ത്യൻ സ്ത്രീയെ ഒരു സ്മാർട്ട് മുസ്ലിം വൈബെന്ന് പറയണമെങ്കിൽ അപ്പോൾ നമ്പസായിട്ട് കിട്ടിയിട്ട് പോകും. അത് സംഭവിച്ചത് പ്രവാചകൻ ഉണ്ടാക്കിയ നിയമമാണ്. ഈ ലൗകികത എന്നുള്ള കാരണം പ്രവാചകൻ ഉണ്ടാക്കിയ അത്ഭുത നിയമമാണ്. എല്ലാ സ്ത്രീക്കും ഭർത്താവിനെ കിട്ടുമെന്ന് പ്രവാചകൻ ഉറപ്പാക്കി. പ്രവാചകൻ അതിശ്രദ്ധേയമായ നിയമമാണ്. അങ്ങനെയുള്ള നിയമം വന്നപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം പുരുഷനും സ്ത്രീയെ വിവാഹമോചനം തേടാം. ഉദാഹരണത്തിന് വേദപുസ്തകത്തിലെ ലേവ്യരുടെ പുസ്തകത്തിൽ 16 കാരണങ്ങളാൽ വിവാഹമോചനം തേടാം. 16 കാരണങ്ങളാൽ. പക്ഷേ സ്ത്രീക്ക് ഭർത്താവിന് വിവാഹമോചനം തേടാൻ ലോകത്തിൽ ഒരു സമൂഹത്തിൽ നിയമമില്ല. റോമിൽ നിയമമില്ല, ക്രിസ്ത്യാനി നിയമമില്ല, ചൈനക്കാർക്ക് നിയമമില്ല, ഇന്ത്യയിൽ നിയമമില്ല. ചരിത്രത്തിൽ ആദ്യമായി പുരുഷന് ഭാര്യയെ ഒഴിയല്ല, പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവിനെ ഹസ്ക് ചെയ്യാം. ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാനുള്ള അവകാശം നിയമത്തിനായിട്ട് കൊടുത്തു. ഗംഭീര നിയമമാണ്, അതിഗംഭീരമായി. അപ്പൊ സ്ത്രീയെ വിമോചിപ്പിച്ച് കൊണ്ടുവരാൻ സ്ത്രീ വിമോചന രംഗത്ത് പ്രവാചകൻ ചെയ്ത നിയമസംഹിത 16 പരസ്പരം വായിക്കുമ്പോഴാണ് ഓരോ നിയമവും വന്നിരിക്കുന്നത് എത്ര അത്ഭുതമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുക. ഇനി അവിടെ പ്രവാചകത്തിൽ മറ്റൊരു അത്ഭുതമാണ്. ലോകത്തിൽ വിധവ സ്ത്രീ എന്ന് പറയുന്നത് ശപിക്കപ്പെട്ടവളായിരുന്നു. ഇന്ത്യയിൽ ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ ചിതയിലോട് അവിടെ എടുത്ത് ചാടി തേഞ്ഞ് ചാവണം. അവിടെ ചാടിയില്ലല്ലോ 4 പുരുഷന്മാരെ കൈക്കാലിനെ പിടിച്ച് ബലമായിട്ട് കൊണ്ട് ആ തീക്കാത്ത വേറെ കളിക്കുന്നു. ഭസ്മവും ഭർത്താവ് ഭാര്യയിൽ തീരുമ്പോൾ അവരുടെ കുട്ടികൾ അനാഥര, അവർക്ക് കിട്ടുന്ന സ്വത്ത് കൂടി അപ്പന സഹോദരങ്ങളെ പിടിച്ചെടുത്ത് പിള്ളേർ അനാഥരായ റോഡിൽ നടക്കും. സതി അനുഷ്ഠിക്കാം. പ്രവാചകൻ ചരിത്രത്തിലാദ്യമായിട്ട് സതി പരിപാടി ഇല്ലാതാക്കി വിധവ സ്ത്രീകൾ പുനർവാക്കാൻ പാടുള്ളൂ. ഇരുപതുമാണെങ്കിൽ വിധവ സ്ത്രീ ശമിക്കപ്പെട്ടോളാണ്. റോഡിന് വെളിയിൽ ഇറങ്ങാൻ പാടില്ല, അവിടെ പരസ്യമായിട്ട് സമൂഹത്തിൽ നിൽക്കാൻ പാടില്ല. ലോകത്തിലെ എല്ലാ സമൂഹത്തിലും വിധവ ശമിക്കപ്പെട്ടോളാണ്. പരസ്യ പ്രവാചകൻ വിധവയെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം കല്യാണം കഴിച്ച വീട്ടിൽ 7 ഐശ്വര്യ വിളിച്ച് 7 പേര് വിധവ സ്ത്രീകളായിരുന്നു. 68 വയസ്സുള്ള വിധവയെ കല്യാണം കഴിക്കുന്നത് ലൈംഗിക വീഴ്ച കാണും അല്ലല്ലോ, ഒരു സ്റ്റാറ്റസ് കൊടുക്കുകയാണ് സമൂഹത്തിൽ. പ്രവാചകൻ ഭാര്യ അദ്ദേഹത്തിന്റെ ഖദീജ ഓൾറെഡി 2 വിവാഹിച്ച് 2 ഭർത്താവ് മരിച്ചാൽ. ഇന്ത്യയിലാണെങ്കിൽ 4 വർഷം മുന്നേ പള്ളിയിൽ തുറന്നില്ല ഖദീജ. പക്ഷെ പ്രവാചകൻ 2 തവണ സ്ത്രീ വിവാഹം വെച്ചു. അങ്ങനെ 8-ൽ 7 വിധവ സ്ത്രീ വിധവ പുനർവിവാഹം കൊടുക്കുകയും വിധവയ്ക്ക് അവകാശപ്പെടുത്തുന്ന ഒരു പ്രവാചകൻ. ഇത് അത്ഭുതകരമായ നിയമമാണ്, അത്ഭുതകരമായ നിയമം. മറ്റൊരു സംഭവം, മകനൻ മരിച്ചുപോയാൽ അമ്മ ഒരു രക്ഷയില്ല, മരുമോള ദാസി. ഇന്ത്യയിലും മറ്റ് സമൂഹങ്ങളിൽ പ്രവാചകരുടെ നിയമം ഉണ്ടാക്കി. അമ്മ ജീവിച്ചിരിക്കുമ്പം മോൻ മരിച്ചാൽ മോൻ്റെ സ്വത്തിന് 6 ഓട്ടോമാറ്റിക്കലി അമ്മയ്ക്ക്. അമ്മ പിന്നെ മരുമോള ദാസി ഒന്നാണ്ട മോന് അമ്മ പത്തേ മോനുണ്ടാക്കിയ പൈസ അതിൻ്റെ 6 അമ്മയ്ക്ക് ഓട്ടോമാറ്റിക്കലി പേർ നിൽക്കുന്നതാണ് ആ കിട്ടും. ഇതോടുകൂടി വിധവ സ്ത്രീകൾക്കും മക്കൾ മരിച്ച അമ്മമാർക്കും പ്രവാചകൻ പ്രൊട്ടക്ഷൻ കൊടുക്കും. അതിഗംഭീരമായ പ്രൊട്ടക്ഷനാണ്. സ്ത്രീ സംരക്ഷണത്തിൽ പ്രവാചകൻ ഉണ്ടാക്കിയ നിയമം മാത്രം ഖുറാനിൽ നിന്ന് പഠിച്ചാൽ 10 PhD ചേർക്കാം. 10 PhD. വിമൻസ് റൈറ്റ്സ് പ്രവാചകൻ സംരക്ഷിച്ച് എങ്ങനെ വസ്ത്രധാരണം തൊട്ട് പിണ്ടോച്ചാവകാശം തൊട്ട് ഓരോ അവകാശവും കൃത്യമായി പറയാം. പരസ്യ പ്രവാചകൻ ഉണ്ടാക്കിയ വീതമുപ്പിന്റെ നിയമവും ഞാനിത് വായിച്ച 58 ശ്ലോകമാണ്. 58 ശ്ലോകത്തിനകത്തൂടെ 12 തലത്തിൽ എങ്ങനെയാണ് സ്വത്ത് വീതം വെക്കേണ്ടത് എന്ന കൃത്യമായ നിയമങ്ങൾ പരസ്യപ്പെടാനുണ്ട്. ഞാൻ അറബി ഭാഷയൊന്നും ചൊല്ലിക്കേൽപ്പിക്കാൻ കഴിവില്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു പുസ്തകം മലയാളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ സ്വത്തവകാശം എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിനകത്ത് ഈ ഓരോ ശ്ലോകം ഉദ്ധരിച്ചിട്ട് ഓരോ സ്വത്ത് വിധിക്കുകയാണ്. അമ്മയ്ക്ക് എത്ര കിട്ടും, വിധവ സ്ത്രീക്ക് എത്ര കിട്ടും, ആൺമക്കളുടെ മക്കൾക്ക് എത്ര കിട്ടും, പെൺമക്കളുടെ മക്കൾക്ക് എത്ര കിട്ടും. വിശദമായ നിയമമാണ്. ലോകത്തിൽ ഇത്ര വിശദമായുള്ള സക്സഷൻ റൂൾ, സക്സഷൻ ആക്ട് ലോകത്തില്ല. എത്ര പേജിൽ ഫീസുകൾ എടുക്കാൻ പറ്റുന്ന വിശദമാണ് പരിശുദ്ധ ഖുർആനിലെ വിശദമായ പഠനം. തുടർച്ചയായിട്ടാണ്. 9ാമതായി ലോകത്തിൽ ആത്മഹത്യകൾ കുറയുന്ന സ്ഥലം ഇസ്ലാം ഭരിക്കുന്ന സ്ഥലമാണ്. ഇന്ത്യയിൽ ലോകത്തിൽ 1 ലക്ഷം പേര് ഒരു ജീവിച്ചിരുന്ന 8 പേര് ആത്മഹത്യ. ഇന്ത്യയിൽ 9 പേര് ആത്മഹത്യ. പക്ഷെ കേരളത്തിൽ 35 പേര് ആത്മഹത്യ. 1 ലക്ഷം പേര് ഒരു കൊല്ലം ജീവിച്ചിരിക്കുമ്പോൾ 35 പേര് ആത്മഹത്യ. ഈ ആത്മഹത്യ ഇങ്ങനെ നിൽക്കുമ്പോൾ
സൗദി അറേബ്യയിലെ ആത്മഹത്യ നിരക്ക് 1,00,000 രൂപ ചികിത്സിക്കുമ്പോൾ 0.5 ഇമ്പോസിബിൾ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കേരളത്തിൽ 1,00,000 പേര് ഒരു കൊല്ലം ജീവിച്ചിരുന്നു 35 ആത്മഹത്യ ചെയ്യുന്നത് ഇതേ കേരളത്തിലാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ 1,00,000 പേര് ഒരു കൊല്ലം ജീവിച്ചിരിക്കുമ്പോൾ ആത്മഹത്യ 4 പേര്. ആ 4 പേര് ആത്മഹത്യ ചെയ്തതിനകത്ത് 3 പേരും അവിടുത്തെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനിയോ SC വിഭാഗക്കാരോ, മുസ്ലിം അല്ല. മുസ്ലിം ഹാർഡ്ലി 1 വളരെ ചെറുത. രണ്ടാമത് ഹിന്ദു മുസ്ലിം മതത്തിലുള്ള ഡിസ്ട്രിക്ട് കാസർഗോഡാണ്. കാസർഗോഡ് 1,00,000 പേര് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ 6 ആത്മഹത്യ 6. ആത്മഹത്യ ചെയ്യുന്നത് പുരുഷൻ ഹിന്ദുക്കളാണോ? പ്രൊപ്പോർഷനാലിറ്റി മുസ്ലിങ്ങളുടെ ഇടയിൽ 1% ഉള്ളൂ. 1,00,000 പേര് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ 1 ഉള്ളൂ. സൗദി അറേബ്യയിൽ 0.4. എനിക്ക് അമ്പലപ്പായി. ഞാൻ എന്ത് ചെയ്തു? ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു പ്രസിദ്ധനായ ഒരു ക്ലാസ്സിലെത്തിയത്. ഞാൻ ചോദിച്ചു, ഈ മുസ്ലിങ്ങൾക്ക് മാത്രമേ ആത്മഹത്യ വിചാരിക്കാനുള്ള കാരണമാണ്. അദ്ദേഹം പരിസ്ഥ ഖുർആനിലോട്ട് എടുത്തിട്ട് ഒരു 5 ശ്ലോകം എടുത്ത് വായിച്ച് കേൾപ്പിച്ചു. എൻ്റെ സാരാംശം ഇതാണ്: ഒരാൾ ആത്മഹത്യ ചെയ്താൽ അദ്ദേഹത്തിന് ഇഹലോകവും പോയി പരലോകവും പോയി, അവൻ നിത്യ നരകത്തിൽ കിടക്കും. ഈ ലോകം അവൻ പോയി, അടുത്ത ലോകം പരലോകത്തിൽ എന്ന് കഴിഞ്ഞാൽ നിത്യ നരകത്തിൽ കിടക്കും. പിന്നെ അവൻ്റെ സന്തതി ശപിക്കപ്പെട്ടവരാണ്. ഈ 3 കേട്ടത് കൂടി ഒരു മുസ്ലിം തീരെ നിവർത്തിയില്ലാതെ മുസ്ലിം ആത്മഹത്യ ചെയ്തില്ല. അപ്പോൾ ഇത്രയും വലിയ ആത്മഹത്യ നിരക്കുള്ള ഒരു കേരളത്തിൽ ഒരാണ്ടിൽ 10,000 പേര് ആത്മഹത്യ ചെയ്യും. 12,000 ആത്മഹത്യ. ആ 10,000 പേര് ആത്മഹത്യ ചെയ്യുന്ന കേരളത്തിൽ മുസ്ലിങ്ങൾ ആത്മഹത്യ എടുത്ത് നോക്കിയാൽ കഷ്ടിച്ചത് 80-100 പേരുണ്ടാവും. കാരണം നീലോ കൂറാൻ പറ്റില്ല, അല്ലെങ്കിൽ അവന് തീരെ നിവൃത്തിയില്ലാത്ത സിറ്റുവേഷൻ അല്ലാതെ ആത്മഹത്യ ഉണ്ടാകും മുസ്ലിങ്ങളേക്ക്. അപ്പം ലോകത്തിൽ ഒരു മതത്തിനും പറ്റിയില്ല ആത്മഹത്യ തടയാൻ. പരിസ്ഥിതി ഖുർആനിലൂടെ പ്രവാചകൻ അതിഗംഭീരമായി ആത്മഹത്യ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അവിശ്വസനീയമാണ്. ഞാൻ സോഷ്യോളജി പഠിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് അത് ഇമ്പോസിബിളാണ് ഞാൻ കൽപ്പിക്കുന്നത്. 19 പരിസ്ഥിതി ഖുർആൻ അത്ഭുതകരമായിട്ട് നിയമസംഹിത ഉണ്ടാക്കാം. ആ നിയമസംഹിത വരുന്ന ഒരു പ്രധാനപ്പെട്ട ഏറിയ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആരാധനാ സമ്പ്രദായം. ലോകത്തിൽ തൗറാത്ത് അല്ലെങ്കിൽ തോറായി ദൈവത്തെ സന്തോഷിപ്പിക്കണമെങ്കിൽ ആൺമക്കളെ ബലി കൊടുക്കണം. അബ്രഹാമിന് ഒരു വെളിപ്പാടുണ്ടായി. എന്താണ്? മോനെ ബലി കൊടുത്താൽ ദൈവം സന്തോഷിക്കും. അങ്ങനെ മോനെ കൊണ്ട് പോയി ബലി കൊടുക്കാൻ. വേദോസത്തിൽ പറയുന്നു ഇസഹാക്കാണ്, ഖുറാനിൽ പറയുന്നു ഹാജറയുടെ മോൻ ഇസ്മായിലാണ്. മിക്കവാറും ഖുറാൻ പറയുന്നത് ശരി. കാരണം മൂത്ത ഭാര്യയുടെ ഒരു മോനുണ്ടായപ്പോൾ മൂത്ത ഭാര്യയുടെ മോനെ കൊന്ന ശരിയാവുമല്ലോ ഞാൻ ചെക്കണ പരിപാടികളായി പോട്ടെ, പ്രവാചകനെ വേണ്ടി പറയാം. അപ്പോൾ ആൺമക്കളെ ബലികൊടുക്കണം. ജപ്പാൻ യുദ്ധം ജയിച്ചു. അദ്ദേഹം എന്ത് ബലികൊടുക്കാൻ തീരുമാനിച്ചു? മോളെ, സുന്ദരിയായ മോളെ ബലികൊടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെയാണ് ലോകത്തിൽ. അമേരിക്കയിലെ അസ്തക്കൾ മറ്റേ എങ്കാസം അവരെ ദൈവത്തെ സന്തോഷിപ്പിക്കണമെങ്കിൽ സ്വന്തം മക്കൾ ബലികൊടുക്കണം, സ്വന്തം പെൺമക്കളെ ബലികൊടുക്കണം. നമ്മൾ ഗ്രീസിലെ ഇലിയഡ് വായിക്കാൻ 1000 കപ്പൽ സൈനികരിലേക്ക് പോയി പിടിക്കാൻ വേണ്ടി പൂജാരി എന്ന് പറഞ്ഞു. അത് മന്നാണേ രാജാവെ യുദ്ധം ചെയ്യണമെങ്കിൽ ഒറ്റ കണ്ടീഷനുണ്ട്. 13 താങ്കൾ പെൺകുട്ടിയെ ബലി കൊടുക്കണം, കഴുത്തവർക്ക് ബലി കൊടുക്കണം. രാജാവ് അനൗൺസ് ചെയ്യും, ഏതെങ്കിലും അമ്മ 13 താങ്കൾ പെൺകുട്ടിയെ ബലി കഴിക്കാൻ തന്നാൽ 1000 സ്വർണ്ണനാണയം കൊടുക്കുന്നതാണ്. ഇന്നലത്തെ വിലയ്ക്ക് 6,20,00,000 രൂപ സ്വർണ്ണത്തിൻ്റെ വില വെച്ച് ഒറ്റ അമ്മയും മോളെ ബലി കൊടുത്തില്ല. 1000 കപ്പൽ സൈനികരിക്കെ അത് മുന്നോട്ട് തിരിച്ചു വന്നിട്ട് അയാളുടെ മൂത്ത മോളോട് ഫീറ്റിങ് ഹൈഡ്ര 13 വയസ്സാണ്. അവിടെ രാത്രി മുട്ടായി കൊണ്ട് വീട്ടത്തൊക്കെ പോക്കിയെടുക്കാൻ കൊണ്ടുവച്ചാൽ കഴുത്തത്തെ മോളെ ബലി കൊടുത്തു. ഇതാ ജയിച്ചത്. തിരിച്ചു വരുന്ന അന്ന് രാത്രി അയാളുടെ ഭാര്യയെ വെട്ടുന്ന സ്വഭാവം റെഡിയാക്കി വെച്ചിട്ട് ഒറ്റ വെട്ട് മോളെ കൊന്ന ഭർത്താവിനെ വെട്ടിയെ കൊന്ന് അവിടെ. അപ്പോൾ ദൈവത്തെ സന്തോഷിപ്പിക്കണമെങ്കിൽ മക്കളെ ബലി കൊടുക്കും. ചിലർ ആൺമക്കൾ, ചിലർ പെൺമക്കൾ. പ്രവാചകൻ പറഞ്ഞു, ഒരു നരബലിയും വേണ്ട അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ. ആളുകളെ കൊണ്ടുവന്ന് രക്തം ഒഴിക്കാൻ പറ്റും, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ. ചിലർക്ക് കുതിര പശുമേധം കഴിയുമ്പോൾ ആ കുതിരയോടൊപ്പം രാജാവിൻ്റെ ഭാര്യയെ കൂട്ടിക്കെട്ടിയിട്ടിട്ട് അന്ന് രാത്രിയിൽ ആ കുതിരയെ കഷ്ണങ്ങളാക്കി കറി വെച്ച് കൂട്ടും. അപ്പോൾ അശ്വമേധം നോക്കിയായി ദൈവത്തെ സന്തോഷിപ്പിക്കണമെങ്കിൽ കുതിരയാണ് മൃഗങ്ങളെ ബലികൊടുക്കണം. പ്രവാചകൻ പറഞ്ഞു, ഒരു മൃഗത്തെ ബലികൊടുക്കണ്ട, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ.
ഒരു മനുഷ്യനെയും മക്കളെയും ബലികൊടുക്കണ്ട, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ. അദ്ദേഹം രക്തമൊഴുക്കിയുള്ള ബലി അവസാനിപ്പിച്ചു. വളരെ സിമ്പിളായി പ്രാർത്ഥിക്കുക. മറ്റു മതങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കണമെങ്കിൽ സ്വർണ്ണം കൊണ്ട് വിഗ്രഹം ഉണ്ടാകണം. സ്വർണ്ണത്തിന് ഏറ്റവും ഇഷ്ടം സ്ത്രീകൾക്ക് ദൈവത്തെ പറയാൻ സ്വർണ്ണം പറ്റി ഇഷ്ടമാണ്. സ്ത്രീകളെ എനിക്ക് മനസ്സിലാക്കാം. ദൈവത്തിന് ഈ സ്വർണ്ണത്തിന് ഇഷ്ടകരമൊന്നും അതിൻ്റെ കുറവ് പൂജാരിക്ക് സ്വർണ്ണം അടിച്ച് മാറണം. അതിനാണ് ദൈവത്തിന് സ്വർണ്ണം ഇഷ്ടം സ്വർണ്ണം ഉണ്ടാക്കിയത്. സ്ത്രീയുടെ കഴുതി കിടന്നുണ്ട്, ദൈവത്തിൻ്റെ കഴുതി കൊണ്ട് സ്വർണ്ണം കിടന്നുണ്ടല്ല ആവശ്യം. ഊട്ടിയിലൊരു ക്ഷേത്രമുണ്ട്, കംപ്ലീറ്റ് സ്വർണ്ണം. പ്രവാചകൻ പറഞ്ഞു, ഒരു സ്വർണ്ണം കൊണ്ട് ക്ഷേത്രം വെക്കണ്ട, ഒരു വിഗ്രഹം ഉണ്ടാക്കണ്ട, ഒരു വിഗ്രഹത്തിന് കിരീടം വെക്കണ്ട, ഒരു വിഗ്രഹത്തിന് പൊടിമുറം വേണ്ട. നിങ്ങൾ ഏത് മുറിയിൽ പ്രാർത്ഥിച്ചാലും അല്ലാഹു കേട്ടോ. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്നെ ഹൃദയ സ്പർശിച്ചൊരു സീനുണ്ടാവും. ബാങ്ക് വിളിക്കും. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ കമ്പാർട്ട്മെന്റ് മുസ്ലിം എത്രയെന്ന് നമുക്ക് മനസ്സിലാവും. മുസ്ലിം നേരെ എഴുന്നേറ്റ് വരാം, കമ്പാർട്ട്മെന്റ് തോക്കത്തിലിരിക്കും. നോക്കി അവനെ ക്രിസ്ത്യാനി. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്ക് അങ്ങനെ പരസ്യമായിട്ട് ആരാധിക്കുന്ന ഇച്ചിരി മോശം. മുസ്ലിമിനെ പുസ്തകം ഓപ്പൺ മൈതാനത്ത് അപ്പോഴേ നിസ്കരിക്കും. അപ്പോൾ സൂര്യൻ്റെ ഗന്ധൻ്റെ നീക്കങ്ങളനുസരിച്ച് പ്രാർത്ഥനാ സമയം ചെയ്യും. പ്രാർത്ഥിക്കാൻ ആ മുറിയിൽ ഒരു വിഗ്രഹവും വേണ്ട, ഒരു സ്വർണ്ണാഭരണവും വേണ്ട, ഒരു കൊടിമരവും വേണ്ട, ഒരു ഗോപുരവും വേണ്ട. സിമ്പിൾ ആയിട്ട് പ്രാർത്ഥിക്കാം. വളരെ ശ്രദ്ധേയമായി ആരാധനകൾ ഓരോന്ന് മാറി വരികയാണ്. ആ മാറി വരുന്നതനുസരിച്ച് അദ്ദേഹം ഫിക്സ് ചെയ്യും. അപ്പോൾ മറ്റെല്ലാ മതങ്ങളുടെ ആരാധന ഡിസംബർ 25 ക്രിസ്മസ്, ഏപ്രിൽ ഉയർപ്പം, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇസ്ലാം മതം ലൂണാർ കലണ്ടർ ഫോളോ ചെയ്യുന്നുണ്ട്. ഈദാഘോഷം ജനുവരി 1 ഡിസംബർ വരെ മാറിക്കൊണ്ടേ 20 വർഷം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മുസ്ലിങ്ങളുടെ ഫെസ്റ്റിവൽ ഓൾ സീസണലായി എല്ലാ സീസണിലും വരും മുസ്ലിങ്ങളുടെ ഫെസ്റ്റിവൽ. ഈദ് മഴക്കാലത്ത് വരും, സമ്മറിലും വരും, ഗ്രീഷ്മത്തിലും വരും, വസന്തത്തിലും വരും. അത് വളരെ രസകരമാണ്. ആ നൊയമ്പ് ആചരിക്കാൻ അദ്ദേഹം നിയമമുണ്ടാക്കി. വളരെ ശാസ്ത്രീയമായ നിയമം. എന്നാൽ ഈദ് ആഘോഷിക്കാൻ പ്രവാചകൻ ഉണ്ടാക്കിയ 12 നിയമം പരിശുദ്ധ ഖുർആനിൽ എന്നെ അമ്പരപ്പിച്ച നിയമങ്ങൾ. പ്രവാചകൻ പറഞ്ഞു, ഈദ് ആഘോഷിക്കാൻ ഒരു മേൽക്കൂരയെ പാടില്ല. ഈദ് ഗാഹിൽ വെച്ച് ഈദ് ആഘോഷിക്കാം. ദൈവത്തിന് മനുഷ്യനുണ്ടെങ്കിൽ ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഓപ്പൺ മൈതാനത്തിൽ പോയി ഈദ് ഗാഹിൽ വെച്ച് നിങ്ങൾ ഈദ് ആഘോഷിച്ചാൽ ഈശ്വരൻ നിങ്ങളുടെ ഇടയ്ക്ക് കോൺഗ്രസ് പോകുമ്പോൾ കിരീടവും ഗോപുരവും പാടില്ല. ഈദ് ആഘോഷിക്കുമ്പോൾ കാലിൽ ചപ്പലോ ചെരുപ്പോട്ടാവുന്നതാണ്. വെറും തറയൊന്നും പ്രവർത്തിച്ചാൽ കാര്യം മനുഷ്യൻ മണ്ണാണ്. നീ ആ മണ്ണിൽ ചവിട്ടിരുന്നുകൊണ്ട് ഈദ് ആഘോഷിച്ചാൽ. അപ്പോൾ ഈദ് ആഘോഷിക്കാൻ പോകുമ്പോൾ ഒരു ചെരുപ്പും ഈദ് ആഘോഷിക്കാൻ നിങ്ങൾ ഏത് വഴി കൂടാണ് അങ്ങോട്ട് പോകുന്നത് ആ വഴി കൂടെ തിരിച്ചറിയാൻ പറ്റില്ല. നിങ്ങൾ ഈദ് ആഘോഷിക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. നിങ്ങൾ ഇറങ്ങി ഒരേ റോഡിൽ കൂടെ ഈദ്ഗാഹിൽ വന്നിട്ട് അതേ റോഡിൽ കൂടെ തിരിച്ചു പോയി സെയിം മാൻ. അതുകൊണ്ട് ഒരു റോഡിൽ കൂടെ നിങ്ങൾ ഈദ് ആഘോഷിക്കാൻ വന്നാൽ വേറെ റോഡിൽ കൂടെ വിളിക്കുമ്പോൾ പറഞ്ഞു യു ബിക്കം എ ഡിഫറെൻറ്റ് പേഴ്സൺ, യു ഫോളോ ഡിഫറെൻറ്റ് റൂട്ട്. ഗംഭീര നിയമമല്ലേ? ഈദ് ആഘോഷിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മധുരം ഉണ്ടാക്കി അത് അയലോകത്തോടെല്ലാം കൊടുക്കണം. അവൻ്റെ മുഖത്ത് ചിരി വിടരുമ്പോൾ നിന്റെ ഈദ് പുറത്തുപോവുകയാണ്. എന്തൊക്കെ നിയമം അറിയോ? അവൻ ചിരിക്കണം. അപ്പോൾ ഇതിൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? മധുരപലഹാരമുണ്ട്. അപ്പോൾ ഈജിപ്തിലും എത്യോപ്യയിലൊക്കെ മധുരത്തിൻ്റെ പേരാണ് ഹലാവ. ഹലാവ ഉണ്ടാക്കി കൊടുത്ത് അവൻ ഹലാവ വായിലോട്ട് ചിരി വരും. ഈദ് തുടങ്ങി. ഇപ്പോൾ ലോകത്തിലേക്ക് ഒരു ഹൽവ ഉണ്ടാക്കുന്നത് കോഴിക്കോടാണ്. ഇപ്പോൾ ഈജിപ്തിൽ നിന്ന് സോമാലിയയിൽ നിന്നും എത്യോപ്യയിൽ നിന്ന് ഹൽവ ഉണങ്ങി നമ്മൾ കോഴിക്കോട് നയിച്ചു കൊടുക്കണം. ഇതിൽ മുസ്ലിങ്ങളുടെ ഹൽവയും നമ്മളിപ്പോൾ എക്സ്പെർട്ടായി. ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ഈ മധുരം എന്നുള്ള വാക്ക് ജിലേബ് എന്നാണ്. ഇന്ത്യ ഇറാനിയൻ ഭാഷ ജിലേബ് ഉണ്ടാക്കി കൊടുക്കും. അവൻ ചിരിക്കും. ആ ജിലേബി നമ്മളെങ്കിൽ ജിലേബി എന്ന് വിളിക്കാൻ തുർക്കികൾ പറഞ്ഞ് ഒരു മധുരക്കിട്ടുള്ള കാര്യം വയറാകട്ടെ. അവരെന്ത് ചെയ്യും? ആടിനെ കൊന്ന് അതിൻ്റെ ഇറച്ചി ചോറും കൂടെ ചേർത്ത് മിക്സ് ചെയ്യും. അതിനെ ഈദൽ ബിരിയാണി. ബിരിയാണി നമുക്ക് വളരെ സന്തോഷം. ഈദിൻ്റെ സന്തോഷം ഈദൽ ബിരിയാണി. അത് ഉത്തരേന്ത്യയിൽ ബിരിയാണിയായി, കേരളത്തിൽ വന്നപ്പോൾ ബിരിയാണിയായി. ഇത്ര സന്തോഷം എന്നുള്ള വാക്കിനെ ആണിയാക്കാൻ മലയാളികൾ ആരെങ്കിലും പറ്റുമോ? നമ്മളതിനെ ബിരിയാണി എന്നുള്ള സന്തോഷം എന്നുള്ള വാക്കിനെ ബിരിയാണിയാക്കി മാറ്റി. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി മനുഷ്യൻ കൊടുക്കും. അവൻ ചിരിക്കും. ആ അന്യൻ്റെ മുഖത്ത് ചിരി വന്നെങ്കിൽ നിന്റെ ഈദ് തുടങ്ങും. പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന നിയമമാണ്. എന്തൊരു ഗംഭീര നിയമമാണെന്നറിയോ? ഇങ്ങനെ 12 നിയമം. ലോകത്തിൽ ഒരു മതത്തിനും ഒരാഘോഷത്തിനും ഈ സുന്ദരമായ പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന നിയമം, ഖുർആനിൽ പറയുന്ന നിയമം ഒരു മതത്തിനില്ല. വളരെ സുന്ദരമായ 12 നിയമങ്ങളിലൂടെ
ഖുർആൻ നമ്മൾ പറയാം എങ്ങനെയാണ് ഈദ് ആഘോഷിക്കുന്നത്, സിസ്റ്റം എങ്ങനെയാണെന്നുള്ള പറഞ്ഞ് മനസ്സിലാക്കി. വളരെ സുന്ദരമായി അവർ പറയുന്നു, ഈദിൻ്റെ അന്ന് രാവിലെ ഇതുവരെയുള്ള നിന്റെ കടകൾ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ കടകൾ സെറ്റ് ചെയ്തെങ്കിൽ നിനക്ക് ഈദ് ആഘോഷിക്കാൻ അവകാശമുണ്ട്. നീ കടത്തിന് വേണ്ടി ഒരുത്തനെയും ശല്യം ചെയ്യാൻ പാടില്ല. സെറ്റിൽ ഓർഡർ ബൈ ഈദ് ആഘോഷിക്കുന്നതോടെ കടം സെറ്റിൽ ചെയ്യാം. പീസ്ഫുൾ സൊസൈറ്റി. മറ്റു മതങ്ങളിൽ ഒരാഘോഷം വേണം. ആന എഴുന്നള്ളി, ആന 10 പേരെ ചവിട്ടിക്കൊണ്ടു. കാട്ടിലെ ആന ഇറങ്ങി ചവിട്ടിയ ഭയങ്കര സമരം. അമ്പലത്തിൽ ആന ചവിട്ടിക്കൊന്ന ആർക്കും ഒരു ശക്തിയില്ല, ഒരു കുഴപ്പമില്ല, ഒരു സമരമില്ല. ആന വെടിമരുന്നുണ്ടാക്കുക, പൊട്ടിത്തെറിച്ച് മരുന്ന് ചാവുക. 28 എണ്ണം 100 എണ്ണം 100 പേര് വെടിമരുന്ന് ചാവും. മഹാനായ ഗുരുദേവൻ പറഞ്ഞ് കരിയും വേണ്ട, കരിമരുന്നും വേണ്ട. ഇതിനാണ് ഗുരുദേവൻ പ്രവാചകന് ഈദ് ആഘോഷിക്കണം. അറബി ദേശം ഒട്ടകത്തിൽ വരട്ടെ എന്ന് പറഞ്ഞാൽ 5000 ഒട്ടകത്തിൽ ഒരു ഘോഷയാത്ര നടത്താൻ പ്രവാചകൻ ഒറ്റ ബുദ്ധിമുട്ടുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, ഒരു ആനയെ എഴുന്നള്ളിക്കണ്ട, ഒരു ഒട്ടകത്തെ എഴുന്നള്ളിക്കണ്ട. മനുഷ്യന്റെ മനസ്സിലാണ് ഈദ്. മനുഷ്യന്റെ മനസ്സിൽ അവൻ ദൈവവുമായിട്ട് കഥാവുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഈദ്. എന്തൊരു റെവല്യൂഷനാണ് പ്രവാചകൻ ഉണ്ടാക്കുന്നത്. ലോകത്തിൽ ഒരു മതത്തിനും ഇത്ര റെവല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയോ? പരിസര ഗ്രാഹിലൂടെ ഉണ്ടാക്കിയ റെവല്യൂഷൻ, റിലീജിയസ് റെവല്യൂഷൻ, അത്ഭുതകരമായ റെവല്യൂഷനാണ്. അത്ഭുതകരമായ റെവല്യൂഷൻ മറുപടിയാവും. അപ്പോൾ ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ പരിസര ഖുർആന് ഒരു മതഗ്രന്ഥമായിട്ട് പുറത്തും വായിക്കരുത്. അതൊരു സാഹിത്യകൃതിയായിട്ട് വായിക്കണം. അതൊരു ഹിസ്റ്റോറിക്കൽ ഗ്രന്ഥമായിട്ട് മനസ്സിലാക്കും. ഒരു ആർക്കിയോളജിക്കൽ ഡിസ്കവറി തരുന്ന ഗ്രന്ഥമായിട്ട് വായിക്കണം. വളരെ ശ്രദ്ധേയമായി അത് നിയമങ്ങൾ മാറ്റിമറിച്ചൊരു പുസ്തകമാണ്. അത് വളരെ അത്ഭുതകരമായി സൈന്യത്തെ ഫോം ചെയ്യുന്ന നിയമം മാറ്റിമറിച്ചു, പലിശയുടെ നിയമം മാറ്റിമറിച്ചു, സ്വത്തവകാശം മാറ്റിമറിച്ചു, സ്ത്രീക്ക് മാന്യമായ വേഷം ധരിച്ച് മനുഷ്യത്വത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീ അനുവദിക്കുന്ന അത്ഭുതകരമായ റെവല്യൂഷൻ ഉണ്ടാക്കി. സ്ത്രീക്ക് വസ്ത്രം കൊണ്ടവർ നാക്കൊന്നും മറച്ചു. പരിശുദ്ധ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിൽ പ്രോസ്റ്റിറ്റ്യൂഷന് യാതൊരു മാപ്പും ഇഹലോകത്തിനും പണ്ടൊന്നും ഉണ്ടാവില്ല. ഔബേക്കർ വന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നു, ഭൂമിയിൽ ക്ഷമിക്കപ്പെടാതെ എന്തെങ്കിലും കുറ്റമുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, പ്രോസ്റ്റിറ്റ്യൂഷൻ വേശ്യാവൃത്തി ചെയ്താൽ ഇഹലോകത്തിലും പരലോകത്തിലും നിനക്കൊരു മാപ്പുണ്ടാകും. നിനക്ക് സ്ത്രീയെ വേണം, നല്ല കെട്ടിക്കണം. പക്ഷേ സ്ത്രീയെ വിലക്കെടുക്കുകയും വാടക കൊടുക്കുകയും ചെയ്യുന്ന പരിപാടി പ്രോഹിബിറ്റഡ് ഇൻ ഇസ്ലാം. പരിസരങ്ങളിലെ പ്രവാചകരുടെ ഗംഭീരമാണ്. ബിസിനസ് നടത്തണം. ബാക്കി എല്ലാ രാജ്യങ്ങളിലും സ്ത്രീയുടെ വസ്ത്രങ്ങൾ മാറ്റി വലിയ ഫോട്ടോ ആക്കി, വലിയ ബാനറാക്കി. ഏതെങ്കിലും അറബി ദേശത്ത് ഒരു പെണ്ണിന്റെ പടം വെച്ചിട്ട് അഡ്വർടൈസ് ഉണ്ടാക്കാം. ആ കമ്പനി അന്ന് കൂടിയിരിക്കും. ഏതെങ്കിലും അറബി ദേശത്ത് ഒരു വേശ്യാവ് നടത്താമോ? അവൻ അന്ന് അടത്തായിരിക്കും, തലയും ബലാത്സംഗം ചെയ്താൽ മറ്റു രാജ്യങ്ങൾക്ക് 5-6 കൊല്ലം ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി പോരാ. അറബി ദേശത്ത് ആദ്യം അവൻ്റെ പെനിസിച്ചെത്തും, പിന്നെ അവനെ കഴുത്ത് നിർത്തി കൊല്ലും. സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ ഒരു മാപ്പും അറബി ദേശത്തില്ല. ഇസ്ലാമിക ക്ഷേത്രപ്രതിയില്ല. ഇങ്ങനെ സ്ത്രീ സംരക്ഷണത്തിന്, സ്ത്രീയുടെ മാനുഷിക്കാൻ പ്രയോജനം ഉണ്ടാക്കിയ പരിസരങ്ങളുടെ നിയമങ്ങൾ എത്ര ശ്രദ്ധേയമായി പറയാം. ഗംഭീരമായ നിയമസംഹിതയാണ്. മറ്റൊരു മതത്തിന് അവകാശങ്ങൾ നടക്കാത്ത ഗംഭീരമായ നിയമസംഹിതയാണ്. വളരെ ശ്രദ്ധേയമായി പരിസരങ്ങളിലെ സെലക്ടഡ് വേഴ്സസ് നമുക്ക് പബ്ലിഷ് ചെയ്യുന്നു, നമുക്ക് വായിക്കുന്നതാണ്. മനുഷ്യൻ്റെ മഹാമനസ്കത എന്താണ്, സ്നേഹം എന്താണ് തുടങ്ങി ഓരോ വാക്കിനെ ഡിഫൈൻ ചെയ്യുന്ന ഓരോ വാചകങ്ങളുണ്ട്. സെലക്ട് ചെയ്ത് കിട്ടും. ഡെമോക്രസി പറയുന്ന ഭാഗം, ലവിനെ പറ്റി പറയുന്ന വാക്കിനെ കിട്ടും. ലോകത്തിൽ മനുഷ്യന് സ്നേഹം എന്താണെന്ന് പ്രവാചകൻ ശ്രദ്ധേയമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. സഹജീവികളോട് സ്നേഹം വേണം. നീ ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പം നിന്റെ 90 മീറ്റർ ചുറ്റളവിൽ ഏതെങ്കിലും മനുഷ്യൻ പട്ടിണി ഇരിക്കുകയാണെങ്കിൽ നീ കഴിക്കുന്നത് ഭക്ഷണമല്ല, വിഷമാണ്. സഹജീവിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും. നമ്മുടെ രാജ്യത്തെല്ലാം ദാരിദ്ര്യ കിടക്കുന്ന ഒരുപാടുണ്ട്. അറബ് ദേശത്തോ ആകെ ഉണ്ടാകുന്ന എണ്ണയെ വിറ്റ് കിട്ടുന്ന പൈസ അതിൻ്റെ 40% ഈക്വലായി വീതിക്കുകയാണ്. ഒരു തൊഴിലില്ലാതെ വീട്ടിൽ കിടന്ന് നടക്കാൻ വേണ്ടി രാജ്യം വിൽക്കുന്ന എണ്ണയുടെ പൈസ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റാണ്. ഖത്തറിലോ ദോഹയിലോ ഒന്നും ആരും പട്ടണിയില്ലാത്ത എന്താണ്, അവനൊരു ജോലി ഇതില്ലേ, അവൻ ജീവിക്കുന്ന നാട്ടിൽ കിട്ടുന്ന എണ്ണയോ നാച്ചുറൽ ഗ്യാസോ എന്ത് പ്രോഡക്റ്റ് ആയാലുള്ള അത് ജനങ്ങൾക്ക് അവകാശമാണ്. റെസ്റ്റോറൻറ്റ് നിയമം അനുസരിച്ച് ജനങ്ങൾക്ക് അവകാശം, രാജാവിൻ്റെ വകയല്ല. അതുകൊണ്ട് രാജ്യം നടത്താനുള്ള ചെലവിൻ്റെ പൈസ എടുത്തു കഴിഞ്ഞാൽ 40% ഈക്വലി ഡിവൈഡഡ് ടു എവരിബഡി ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിൽ ക്രെഡിറ്റാണ്. 25 ലക്ഷം കോടി വരുമാനമുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ 5 പൈസ
ഈ പട്ടികൾക്ക് വാസന കിട്ടുമോ? 2 കോടി ആളുകൾക്ക് ഫുഡ് സെക്യൂരിറ്റി ഇല്ല. കൊല്ലം 5 രൂപ കിട്ടുമോ? കിട്ടത്തില്ല. കേരളത്തിലെ ഒരു സ്ഥലക്കാരും കോഴിക്കകത്ത് പാവപ്പെട്ടവൻ്റെ പ്രധാനമന്ത്രിക്കാൻ കൊല്ലം കിട്ടുമോ? ഇല്ല. പക്ഷേ ഇസ്ലാമിക നിയമം, പരിസ്ഥിതി നിയമം അനുസരിച്ച് രാജ്യത്തിൻ്റെ വരുമാനത്തിന് 40% ഓട്ടോമാറ്റിക്കലി ഗോസ്. ബാക്കി 60% രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചെലവഴിക്കാൻ പറ്റും. ഇതാണ് ഇസ്ലാമിൻ്റെ പരിസ്ഥിതി നിയമം. ആ നിയമം ലോകത്തിനൊരു മാതൃകയാണ്. അപ്പോൾ 12 മണിയായിട്ട് വിശപ്പാടുന്ന സമ്മേളനം നിർത്തുകയാണ്. പരിസ്ഥിതി പഠിക്കുന്നതോടും നമ്മൾ അത്ഭുതമാണ്. അതായത് ഇത്രയും വിവിധ മേഖലകളെ ശ്രദ്ധേയമായി പഠിക്കുന്നത് ഗ്രന്ഥം പരിസ്ഥിതി ഖുർആനാണ്. അതിൻ്റെ ഓരോ ആസ്പെക്ട് എടുത്താൽ ഓരോ PhD തീസിസിന് അത് സഹായിക്കുന്ന ഒന്നാണ്. അറബി ഭാഷയിൽ ഓരോ ഗ്രന്ഥം എടുക്കുമ്പോഴും അതിൻ്റെ അത്ഭുതം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ആ രീതിയിൽ പരിസ്ഥിതി ഖുർആൻ, ഞാനൊരു മുസ്ലിം അല്ലാത്ത ഒരാളായതുകൊണ്ട് ഞാനതിനെ നിഷ്പക്ഷമായി അക്കാഡമിക്കായിട്ടാണ് പഠിക്കുന്നത്. അപ്പോഴാണ് ഓരോ അത്ഭുതം നമുക്ക് മനസ്സിലാവും. പരിസ്ഥിതി ഖുർആൻ എന്ന അത്ഭുതത്തെ ടെക്സ്റ്റ് അത് മനസ്സിലാക്കിയിരിക്കണം. കുറേ തത്വങ്ങളെ വിവരിക്കുന്ന പ്രശ്നമായിട്ടാണ്. സൂര്യനും ചന്ദ്രനെ എങ്ങനെയാണ് മൂവ് ചെയ്തു കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഗർഭത്തിൽ എങ്ങനെയാണ് കുഞ്ഞുരുവാകുന്നത്, ബീജം പോയി അംഗവുമായി ലയിച്ച് കുഞ്ഞുണ്ടാവുന്നത്, അതിനെ ശാസ്ത്രം മനസ്സിലാക്കിയിട്ട് 120 കൊല്ലം ആയിട്ടുള്ളൂ. പരിസ്ഥിതി ഖുർആനിൽ സ്പേം എങ്ങനെ പോയി ഗർഭത്തിൽ ലയിച്ച് കുഞ്ഞുണ്ടാവുന്നു. പരിസ്ഥിതി ഖുർആനുണ്ടായത് മരുഭൂമിയിലാണ്. പക്ഷെ കടലിലെ വെള്ളത്തിൽ ഇറങ്ങിയാൽ 100 മീറ്റർ പോയാൽ എന്ത് സംഭവിക്കും, 600 മീറ്റർ പോയാൽ എന്ത് സംഭവിക്കും, എപ്പോഴാണ് ഇരുട്ട് തുടങ്ങുന്നത് കൃത്യമായി ഓരോ അണ്ടർഗ്രൗണ്ട് ക്യാമറ ഇല്ലാത്ത കാലത്ത് പരിസ്ഥിതി ഖുർആൻ കൃത്യമായി കടലിലെ ഓരോ സംഗതി എഴുതി വെച്ചിരിക്കുകയാണ്. മരുഭൂമിയിലുണ്ടായ ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ നേവീസിനുണ്ടാക്കി. നേവീസ് കേരളത്തിൽ സ്വാതന്ത്ര്യത്തോട് നോക്കിയോ മുഴുവൻ നേവി മുസ്ലിങ്ങളുടേതാണ്. കാരണം എന്താണെന്നറിയാമോ? ഇന്ത്യയിലെ ഹിന്ദു മതം നശിക്കാനുള്ള 3 കാരണമാണ്. 1 ജാതി വ്യവസ്ഥ, 2 കടലിൽ കടന്നു പോയാൽ ജാതി പ്രശ്നമാവും. കൃഷ്ണനാരായണ മഹാനായ സാഹിത്യകാരൻ അദ്ദേഹം ലണ്ടനിൽ ഒരു സനാതന മതത്തിൻ്റെ കോൺഫറൻസ് കിട്ടി. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ തിരുവല്ല ടെമ്പിളിൻ്റെ പ്രീ സ്റ്റൂഡിയിൽ നിന്നെടുത്ത് മാറ്റിക്കളഞ്ഞു. ഈ കടൽ കടന്നു, ഈ ബ്രാഹ്മണനല്ല. അതുകൊണ്ട് എന്ത് പറ്റി, മറ്റ് രാജ്യങ്ങൾ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമെന്ന് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കൾ ആരെയും നേവിയിൽ ചേർന്നില്ല. മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? മുസ്ലിം നേവിയിൽ ചേർന്നു. പോർച്ചുഗീസുകാരോട് ആക്രമിക്കാൻ വന്നു. പോർച്ചുഗീസുകാരെ നേരിടാൻ പോയതാരാണ്? വലി ഹസൻ. വലി ഹസനെ അറക്കലാതെ ചതിച്ച് പിടിച്ചുകൊണ്ട് കൊന്നു. പോർച്ചുഗീസുകാരെ കോഴിക്കോട് ആക്രമിച്ചു. ആക്രമിക്കാൻ പോകുന്നത്, തിരിച്ചാക്രമിക്കാൻ പോകുന്നവരാണ് നമ്മുടെ കുഞ്ഞാലിമരക്ക. ഹിന്ദുക്കൾക്ക് നേവി കറങ്ങുന്നത്, കടൽ കടന്നയാൾ ജാതി പോയി. അവന് നായരല്ല, അവന് ബ്രാഹ്മണനല്ല. അതുകൊണ്ട് എന്ത് പറ്റി? കുഞ്ഞാലിമരക്ക വന്നോട്ട് 4 വരെ 6 വരെ പോയി കുട്ടിയുടെ അടുത്ത് ചെയ്തു. ഞാനവരെ 4 വരെ പിടികൂടി കൊന്നു. മറാത്തക്കാർക്ക് ഇങ്ങനെയല്ല. അതുകൊണ്ട് കനൗജി ആഗ്രഹ മറാത്ത ഉണ്ടാക്കി. അങ്ങനെ മുസ്ലിംസിൻ്റെ എംപയർ ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ചെയ്തു. ഇവിടെ കൃത്യമായി സാമൂഹിക നീതി ഉറപ്പാക്കി. ഇന്ത്യയിൽ സൗഹൃദത്തിലാക്കി ആരാന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ ബുക്കിൽ എഴുതിച്ചേക്കണം. വില്യം ബെന്റിക്കാതെ എഴുതിച്ചിരിക്കാൻ. ഇന്ത്യയിൽ സൗഹൃദത്തിലാക്കിയത് ഔറംഗസീബാണ്. ഇന്ത്യയിൽ ബാല്യവിവാഹം നിർത്തലാക്കി ആരാന്ന് വെച്ചാൽ റിപ്പൺ പോകാൻ നമ്മുടെ സ്കൂൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിൽ ശിശുവിവാഹം നിർത്തലാക്കിയത് ഔറംഗസീബിന്റെ പ്രസിദ്ധമായ ഓർഡറാണ്. 1683 ഓർഡറാണ്. ബാല്യവിവാഹം നിർത്തലാക്കി, സൗഹൃദം നിർത്തലാക്കി. ഇങ്ങനെ സാമൂഹ്യ പരിഷ്കർത്താവ് നിയമങ്ങൾ പലതും ഇസ്ലാമിക ഭരണത്തൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പരിസ്ഥിതി ഖുർആനിൽ ഈ തത്വം കൃത്യമായി വെച്ചിരിക്കാം. അവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. അതുകൊണ്ട് പരിസ്ഥിതി ഖുർആൻ അത്ഭുതമുള്ള ഒരു കൃതിയാണ്. ഈശ്വരൻ്റെ നിയമം മനുഷ്യനാൽ എഴുതി വെച്ച് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതിനെ ഓരോ ആസ്പെക്റ്റിലും മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് കാലാതിശയമായ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴും മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും പരിസ്ഥിതി ഖുർആൻ അതുപോലെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അസ്ട്രോണമി, ബയോളജി, മെഡിസിനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ആ 50 പുസ്തകത്തെ കൃത്യമായി പഠിച്ച് നിഷ്പക്ഷമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ ഖുർആൻ റിസർച്ച് ഫൗണ്ടേഷൻ കഴിഞ്ഞിരിക്കണം. ഇത് വിശദമായി പഠിച്ച് നിരവധി ഗതികളുണ്ടാകണം. അതിൽ എത്ര ധനസഹായമാണോ അത് കൊടുത്ത് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പരിസ്ഥിതി ഖുർആൻ എന്താണെന്ന് നാനാജാതി മനസ്സിലാവുകയും ആ തത്വങ്ങൾ നമ്മുടെ ആധുനിക ഭരണക്രമത്തിലേക്ക് സംക്രമിക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുക. ഞാൻ ജയിലിൽ ആളുകൾ കംപ്ലൈൻറ്റ് യുവമാർക്ക് എന്തെങ്കിലും പണിയുണ്ട്. അപ്പോൾ സെൻട്രൽ ജയിൽ ഉണ്ടാക്കിയപ്പോൾ 160 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് എവിടെയെങ്കിലും സ്ഥലം വേണമെങ്കിൽ അപ്പോഴേ സെൻട്രൽ ജയിലിൽ സ്ഥലം എടുക്കും.
അങ്ങനെ ഞാൻ ഈ പേപ്പറിൽ 52 ഏക്കർ ബാക്കിയുണ്ട്. ബാക്കി 114 ഏക്കർ ഓരോരുത്തർ അടിച്ചുകൊണ്ട് IAS ഹൗസിംഗ് കോളേജ് വരെ അതിനകത്ത് സ്ഥലം എടുത്ത് അടിച്ചുകൊണ്ടുണ്ട്. ഇവർ പണി കൊടുക്കാൻ ലാൻഡില്ല. അപ്പോൾ ഞാനിതറിയാം, ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ ഞാൻ എനിക്ക് കേരള അസംബ്ലിയിൽ ഉമ്മൻചാണ്ടി സാറിന് ഈ ചോദ്യോത്തര മറുപടി ജയിലിനെ സംബന്ധിച്ച് ഉത്തരം പറയാൻ വേണ്ടി അപ്പോൾ ജയിൽ അസംബ്ലി പോയാലും കേട്ടോ ഇവിടെ ചപ്പാത്തിക്ക് വില കൂടുന്നു, ഹോട്ടലിൽ പ്രൈസ് കൂടുന്നുണ്ടോ. അപ്പം ഞാൻ ഈ ചർച്ചയെല്ലാം കേട്ടു. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഞാൻ സാർ ഈ അസംബ്ലി കിട്ടുന്ന MLA ആലോചിച്ചിട്ട് നല്ല കാര്യമുണ്ട് സാറേ, നമ്മൾ വില കുറച്ച് കൊടുക്കണം. ഉമ്മൻചാണ്ടി സാർ അതിനെ പറ്റും. ഞാൻ സാറേ ജയിലിലെ ആളുകളോട് ഞാൻ ചോദിച്ചതാണ് പറ്റുമോ. ഞാൻ സാർ വന്ന് ചെയ്തു പറഞ്ഞു. ഞാനെന്ത് ചെയ്തു, ചപ്പാത്തി ഉണ്ടാക്കുന്ന 2 ലക്ഷം ചപ്പാത്തി ഉണ്ടാകുന്ന 4 ലക്ഷം വാങ്ങിച്ചു. 5 ചപ്പാത്തി എന്നിട്ട് സോളാർ കിട്ടി. ചപ്പാത്തി കുഴക്കുന്ന സോളാർ, പരത്തുന്ന സോളാർ, കറി വെക്കുന്ന സോളാർ, കറി ഇത് ഫ്രൈ ചെയ്യുന്ന സോളാർ, സോളാർ തറുകാരെ കുളഞ്ഞു. അപ്പോൾ 8 രൂപ മാർക്കറ്റിൽ ചപ്പാത്തി 2 രൂപയ്ക്ക് സപ്ലൈ. അന്ന് വെജിറ്റബിൾ കറി 30 രൂപയാണ് തിരുവനന്തപുരം. ഞാൻ 10 രൂപയ്ക്ക് സപ്ലൈ. ചിക്കൻ കറി ഒന്ന് 80 രൂപയായിരുന്നു. ഞാൻ ജയിൽ 5000 കോഴിയെ വളർത്തിയിട്ട് 20 രൂപയ്ക്ക് ചിക്കൻ കറി കൊടുക്കാം. അതോടുകൂടി ഓട്ടോറിക്ഷക്കാരും ഈ ലോഡ്ജുകളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഇപ്പം നിരന്നൊന്നും വാങ്ങിക്കാൻ. അത് കഴിഞ്ഞ് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു, അത് ഇന്ത്യയിൽ ഉണ്ടാക്കി കൊടുത്തു. ചുരുക്കം പറഞ്ഞാൽ ബഡ്ജറ്റിൽ ഒതുകൊള്ളിക്കാത്ത 3 കോടി രൂപ മിച്ചം. ഇപ്പോൾ ബഡ്ജറ്റിൽ ഒതുകൊള്ളിക്കാത്ത 16 കോടി രൂപയുടെ ജയിലിലെ തടവുകാരി ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. ഉമ്മൻചാണ്ടി സാർ അനുവദിച്ചപ്പോൾ തുടങ്ങിയ സാറാണ് ഈ ഒരൊറ്റ പരിപാടി. അപ്പം ഞാൻ അഭിനന്ദനത്തിന് പ്രവാചകനെ അഭിനന്ദിച്ച് പ്രസംഗിച്ചപ്പോൾ എനിക്കെതിരെ ഒരു വീഡിയോ ചപ്പാത്തി രീതിയിലേക്ക് പൊങ്കാല. ഞാൻ പറഞ്ഞു വളരെ നല്ല ചപ്പാത്തി ഇത് ഇപ്പം എന്തെല്ലാം കഴിച്ചെന്നറിയാം. അപ്പോൾ ഈ ആശയം ഇവിടെ നിന്ന് കിട്ടിയെന്ന് ഏഷ്യാനെറ്റിനോട് ചോദിച്ചു. അപ്പോൾ ഏഷ്യാനെറ്റ് ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു എനിക്ക് ആശയം കിട്ടിയത് പരിസ്ഥിതി പ്രവാചകനാണ്. പെണ്ണൊരു യുദ്ധം കഴിഞ്ഞ് തറവുകാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സാക്ഷരത 1%. അപ്പോൾ അന്ന് 10 വരാഹം കൊടുത്തെങ്കിൽ ഒരാൾക്ക് മോചനം കിട്ടും. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ 10 അറബികളെ എഴുതാനിടയ്ക്ക് പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് 10 വരാഹം കണക്കാക്കി കിട്ടുന്നതാണ്. അങ്ങനെ മക്കയിൽ നിന്നും വിദ്യാഭ്യാസമുള്ളവർ അറബികളെ പഠിപ്പിച്ചു. അറബികളെ പഠിപ്പിച്ച് ഇവർ ഫ്രീ ആയി. ഫ്രീ കഴിഞ്ഞ് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഫ്രീ ആയില്ല, ഇനി ഞങ്ങൾക്ക് ശമ്പളം പഠിപ്പിക്കണം. അങ്ങനെ 1% വരുന്ന അറബികൾ പ്രവാചകൻ സർക്കാരമായപ്പോഴേക്കും 16%. ഇന്നിപ്പോൾ 90% സാക്ഷരത. അപ്പം ഈ പ്രവാചകനാണ് ഈ ചപ്പാത്തി കറി ഉണ്ടാക്കാൻ എനിക്ക് ആശയം തന്നത്. പറഞ്ഞ ദേഷ്യമാണ് ഇവന്മാരും ചപ്പാത്തി ജീവി പോകാതെ എനിക്ക് വിളിച്ചത്. നമ്മളിതിൻ്റെ പ്രസിഡന്റ് നമ്മൾ ദേഷ്യം നിന്നതാണ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ പ്രവാചകൻ്റെ ഓരോ നടപടിയും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ അത്ഭുതം മനസ്സിലാവും. അതുകൊണ്ട് പരിസ്ഥിതി ഖുറാൻ ഈ അത്ഭുത കൃത്യത്തിൻ്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് അതിനെ വിശദമായി പഠിക്കാൻ ഈ ഖുറാൻ സ്റ്റഡി ഫൗണ്ടേഷൻ കഴിയുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്